ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന സ്റ്റാൻഡേർഡ് 7 മാത്സ് അതിൽ 10th ചാപ്റ്ററായ ഏരിയ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഏരിയ ഓഫ് ട്രയാങ്കിൾസ്? ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, എന്താണ് 3 സൈഡുള്ള ഒരു 3 വശങ്ങളുള്ള ഒരു ട്രയാങ്കിൾ തന്നെ അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്താണ് നമുക്കറിയാം, ഇത് റെക്റ്റാങ്കിൾ ആണ് അല്ലേ. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എങ്ങനെ കണ്ടുപിടിക്കുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ നീളം അല്ലേ, ഇൻറ്റു ബ്രെഡ്ത്ത് വീതി അല്ലേ. അപ്പോൾ 6 × 4 എത്രയാണ്? 6 × 4 = 24 അല്ലേ. അപ്പോൾ 24 ഏരിയ എപ്പോഴും എന്തായിരിക്കും? ഇത് CM-ലാണെങ്കിൽ CM² എഴുതണം അല്ലേ, സ്ക്വയർ സെൻറ്റിമീറ്റർ എഴുതണം അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള എന്താണ്? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ആണ് അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ അല്ലേ. ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അതെങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളൊന്ന് കാര്യം എന്താണ് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. ആദ്യം റൈറ്റ് ട്രയാങ്കിളിലാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വശം എന്താണ്? 90 ഡിഗ്രി ആയിട്ടുള്ള അല്ലേ. ഒരു വശം 90 ഡിഗ്രി ആയിട്ടുള്ള ഒരു ട്രയാങ്കിളാണ് റൈറ്റ് ട്രയാങ്കിൾ. നോക്കൂ, ഒരു വശം എന്താണ്? 90 ഡിഗ്രി അല്ലേ. ഇത് എന്താണ്? ഇത് 90 ഡിഗ്രിയാണ് അല്ലേ. നോക്കൂ, ഈ വശം 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ എന്താണ്? ഇതിനാണ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് റൈറ്റ് ട്രയാങ്കിൾ? 90 ഡിഗ്രി ഉള്ള ഏതൊരു ട്രയാങ്കിളിന് എന്താണ് നമ്മൾ പറയുക? റൈറ്റ് ട്രയാങ്കിൾ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എന്താണ്? ഇത് ബേസ് ആണ് കേട്ടോ. എന്താണ് ഇത് പറയുന്നത്? ബേസ് എന്ന് പറയും കേട്ടോ. എന്താണ് ബേസ്? BASE കേട്ടോ, ബേസ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഹൈറ്റ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയും കേട്ടോ. ഹൈറ്റ് ഓർ ഓൾട്ടിറ്റ്യൂഡിന് എന്താണ്? ഈ ലെങ്ത്തിനെ പറയുന്നത് എന്താണ്? ഹൈറ്റ് എന്നോ അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എന്നോ പറയും. ഇത് ബേസ്. ഓക്കെ, മനസ്സിലായില്ല അല്ലേ. ദെൻ അടുത്ത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇക്വേഷൻ ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രോഡക്റ്റ് ചെയ്യുക, ബേസിനെയും ഹൈറ്റിനെയും പ്രോഡക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പകുതിയാണ് ഹാഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കേണ്ട എന്താണ്? ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ എന്താണ്? ഹാഫ് BH എന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് BH അല്ലേ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അതാണ് നമ്മൾ ഇക്വേഷൻ പഠിക്കേണ്ടത് കേട്ടോ. മറക്കരുത്, ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഇക്വേഷൻ പഠിക്കേണ്ട ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇനി താഴെ തന്നിരിക്കുന്ന ഈ ഇക്വേഷൻസ് എന്താണ് നിങ്ങൾ ചെയ്യാനാണ് പറഞ്ഞത്. ഈ ട്രയാങ്കിൾസിൻ്റെയൊക്കെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നോക്കൂ, റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന് ആദ്യം നോക്കണം അല്ലേ. ആണല്ലേ, ഇത് 90 ഡിഗ്രി. ഈ ചിഹ്നം വന്നാൽ എന്താണ്? 90 ഡിഗ്രി ആണല്ലേ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും ഒന്ന് പറഞ്ഞേ? ഹാഫ്. അപ്പം ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. എന്താണ്? ആദ്യം നമ്മൾ എന്തൊക്കെ ഇക്വേഷൻ എഴുതുക? ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു BH എഴുതുക അല്ലേ. ബി പറഞ്ഞാൽ എന്താ? ബേസ്. ബേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ അടിയത്തെ ഈ ലൈനാണ് ബേസ് എന്ന് പറയുന്നത് കേട്ടോ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നേരെ മുകൾക്ക് പോകുന്ന ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ ലൈനാണ് എന്ത്? ഹൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു BH അല്ലേ. ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇവിടെ എത്രയാണ്? 5 ആണ് അല്ലേ. അപ്പോൾ 5 ഇൻറ്റു H എത്രയാണ്? 3 ആണ് അല്ലേ. ഹൈറ്റ് 3 അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 3 എന്ന് എഴുതുക അല്ലേ. അപ്പോൾ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 3 എന്ന് എഴുതി അല്ലേ. ബി എന്ന് പറഞ്ഞാൽ ബേസ്, താഴെയുള്ള ഈ ലൈൻ അല്ലേ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് അല്ലേ, 3 അല്ലേ. അപ്പോൾ 5 × 3. അപ്പോൾ 1 × 5 × 3 എത്രയാണ്? 5 × 3 എത്രയാ? 15 അല്ലേ. 15/2 നമുക്ക് എഴുതാം അല്ലേ. 15/2 അല്ലേ. 15/2. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും? 15/2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 15/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7.5 ആണല്ലേ. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 7.5 cm² എന്ന് എഴുതുക. അല്ലെങ്കിൽ നമുക്ക് 7 1/2 cm² എന്ന് എഴുതുക കേട്ടോ. ഏരിയ ആയതുകൊണ്ട് എന്താണ്? CM² എന്ന് എഴുതണം അല്ലേ, അല്ലെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് എഴുതുക. ഇനി ഇതിൻ്റെ ഏരിയ എന്താണ്? ഇവിടെ നോക്കിയാൽ ഇവിടെ 90 ഡിഗ്രി അല്ലേ. ഇവിടെ 90 ഡിഗ്രി അല്ലേ. ഇവിടെ 90 ഡിഗ്രി ആകുമ്പോൾ എന്താണ്? നമുക്കിവിടെ ബേസ് ഏതാണ്? 5 എടുക്കുക. എന്താണ്? ഹൈറ്റ് 4 കൊടുക്കുക അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കി ഇക്വേഷൻ എഴുതുക? ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് എഴുതുക. എന്നിട്ട് എന്താക്കുക? നിങ്ങൾ ഇക്വേഷനിൽ എന്താക്കുക? ഇവിടെ ബേസ് എന്താണ്? 5 അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു ഹൈറ്റ് 4 അല്ലേ. 5 × 4 എന്ന് എഴുതുക. അപ്പോൾ 5 × 4 എത്രയാണ്? 20. 20/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 അല്ലേ. അപ്പോൾ 10 ആയിരിക്കുന്നത് ഇതിൻ്റെ ആൻസർ അല്ലേ. 10 cm².
അപ്പോൾ എന്താ വരിക ഹാഫ് ബി എച്ച് അല്ലേ. ബേസ് എന്താണ് ബി ഇവിടെ 5 ആണ്, എച്ച് ഈക്വൽ ടു എന്താണ് 4 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 4 എന്ന് വരും അല്ലേ. ഇനി എന്താണ് ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 4 അല്ലേ. 1 ഇൻറ്റു 5 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് 5 ഇൻറ്റു 4 20 അല്ലേ. 1 ഇൻറ്റു 5 ഈ പറഞ്ഞ 5 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 20 അല്ലേ. 20/2 എന്ന് ഇതിൽ ഈക്വൽ ടു എന്താണ് 20 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്ക് സൈഡിൽ എത്രയാ 10 അല്ലേ. 10 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഏരിയൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ് 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. ഓക്കെ. ദെൻ അടുത്ത എന്താ താഴെയുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതാ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി എച്ച് പറയാൻ എഴുതാൻ ഇക്വേഷൻ. ദെൻ ഹാഫ് ഇൻറ്റു അല്ലേ. പിന്നെ എന്താ ബേസ് ഇവിടെ എന്താണ് നോക്കിയാൽ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ 2 ഉണ്ട് അല്ലേ. അപ്പോൾ ഈ മൊത്തം ട്രയാങ്കിളിൻ്റെ ആണല്ലോ. അപ്പോൾ ബേസ് ഇതാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതി കേട്ടോ. ബേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടുക അറിയോ. ബേസ് ഇസ് ഈക്വൽ ടു എത്രയാണ് 3 + 3 അല്ലേ. 3 + 3 ഇസ് ഈക്വൽ ടു എത്രയാണ് 3 + 3 ഇസ് ഈക്വൽ ടു എത്രയാ 6 അല്ലേ. 6 സെന്റിമീറ്റർ ആണ് എന്ത് ബേസ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ എന്താണ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര എച്ചും 3 തന്നെ അല്ലേ. അപ്പോൾ എച്ച് 3 സെന്റിമീറ്റർ ഇത് കേട്ടോ. ഓക്കെ. ഇനി എന്താക്കുക ഇതിൽ നമ്മൾ കൊടുക്കുക അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു ബി എച്ച് അല്ലേ. അപ്പോൾ ബി നമുക്ക് 6 കിട്ടില്ലേ. അപ്പോൾ 6 ഇൻറ്റു എച്ച് എത്രയാണ് 3 അല്ലേ. 6 ഇൻറ്റു 3 എന്ന് കൊടുക്കുക. അപ്പം ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 3 കൊടുക്കുക. ഇനി എന്താ നമ്മൾ ചെയ്യുക ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 3 എത്രയാ 1 ഇൻറ്റു 6 എത്രയാ 6 ഇൻറ്റു 3 18 അല്ലേ. അപ്പോൾ 18/2 എന്ന് എഴുതുക കേട്ടോ. 18/2 അല്ല ഇവിടെ വരുന്നത്. അപ്പോൾ 18 ഡിവൈഡഡ് ബൈ 2 അല്ലേ. 18/2 ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം ഈക്വൽ ടു 18/2 എന്ന് പറഞ്ഞാൽ എത്രയാ 9 അല്ലേ. അപ്പോൾ 9 cm സ്ക്വയർ എന്ന് എഴുതുക കേട്ടോ. cm സ്ക്വയർ. അപ്പം 9 cm സ്ക്വയർ ഇതാണ് നമ്മൾ എന്ത് ആൻസർ കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ ഏരിയ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് അല്ലേ. ബേസ് എന്ന് പറയുന്നത് 3 + 3 6 ആണ്. ഇത് ഹൈറ്റ് ഇതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ വന്നാൽ എന്താണ് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ബേസ് രണ്ടും കൂട്ടിയിട്ട് എഴുതുക. ഓക്കെ. അപ്പോൾ ഇതിൽ 9 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ അടുത്ത് നോക്കിയാൽ ബേസ് ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് ആണ് അല്ലേ. നോക്കൂ ഇനി ഈ ഏരിയൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇതിൻ്റെ ബേസ് എന്താണ് 5 ആണ്, ഹൈറ്റ് എന്താണ് 4 അല്ലേ. അപ്പോൾ എന്താ നമുക്ക് ചെയ്യാം ഹാഫ് ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് അല്ലേ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ് ബി എച്ച് ആണ്. അപ്പോൾ എന്താണ് ഇവിടെ എന്താണ് പറയുന്നത് ഹാഫ് ഇൻറ്റു ബി എത്രയാണ് ബേസ് 5 ഇൻറ്റു 4 അല്ലേ. അപ്പോൾ 5 ഇൻറ്റു 4 എന്താണ് 20 അല്ലേ. അപ്പോൾ 20/2 ഇസ് ഈക്വൽ ടു എത്രയാണ് 10 സെന്റിമീറ്റർ ആണ് അല്ലേ. 10 സെന്റിമീറ്റർ സ്ക്വയർ. ഇതുവരെ നമ്മൾ പറഞ്ഞത് റൈറ്റ് ട്രയാങ്കിളിൻ്റെ ആണ് എന്ത് ഹാഫ് ബി എച്ച് അല്ലേ. അപ്പോൾ ഹാഫ് ബി എച്ച് റൈറ്റ് ട്രയാങ്കിൾ സാധാ ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ഏരിയ കാണുന്നത് എങ്ങനെയാണ് ഹാഫ് ബി എച്ച് വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ. ഹാഫ് ഇൻറ്റു ഇത് ബേസ് ആണ്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മറ്റേ മുകളിലത്തെ മൂലയിൽ നിന്ന് താഴോട്ടേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്ന ആ ലൈനാണ് എന്ത് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. റൈറ്റ് ട്രയാങ്കിളിലാവുമ്പോൾ എന്താണ് സ്ട്രെയിറ്റ് ലൈനായിട്ട് മുകൾക്ക് പോകുന്നുണ്ടായിരുന്നു അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ് മുകളിലത്തെ ആ ലൈനിൽ നിന്ന് പോയിന്റിൽ നിന്ന് വെർട്ടെക്സിൽ നിന്ന് എന്താണ് താഴത്തെ ഇതിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നത് അല്ലേ. ഇവിടെ 90 ഡിഗ്രി കിട്ടുന്നത് അല്ലേ. അതാണ് എന്ത് ഹൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം എന്താണ് ഇതിനെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കുന്ന മനസ്സിലായില്ലേ. നോക്കൂ ഇത് ഒരു ഏരിയ ട്രയാങ്കിൾ ആണ് അല്ലേ. ഇതിൻ്റെ ഏരിയ നമുക്ക് കാണുക എങ്ങനെയാണ് അതിൻ്റെ ഈ വെർട്ടെക്സിൽ നിന്ന് മുകളിലത്തെ ഇതിലേക്ക് പറയുമ്പോൾ ഇങ്ങനെ ചെരിച്ചിട്ടല്ലല്ലോ സ്ട്രെയിറ്റ് ആയിട്ട് വരണം അല്ലേ. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഇതാണ് എന്ത് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താക്കണം ഇവിടേക്ക് ഇതാക്കിയിട്ട് ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ 3 ആണ് കേട്ടോ. ഇപ്പോൾ ബേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ട്രയാങ്കിളിനാണ്. അപ്പോൾ 4 അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ 4 ആണ് അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 3 അല്ലേ. അപ്പോൾ 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 12/2 ഇസ് ഈക്വൽ ടു എത്രയാണ് 6 സെന്റിമീറ്റർ ആണ് എന്ത് സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത് ഈ ഏരിയൻ്റെ ഈ ഏരിയൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് 6. ഓക്കെ. 6 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ത് ഈ ഓക്കെ സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഓക്കെ. ദെൻ അടുത്തത് എന്താ നോക്കിയേ. നോക്കൂ ഈ
എന്താണ് ട്രയാങ്കിൾസിൻ്റെ ഒക്കെ ഏരിയ തന്നിരിക്കുന്നത് നോക്കൂ. ഏരിയ സീക്വൽ ടു എന്താ ഹാഫ് ഇൻറ്റു ബേസ് എന്താ ഇവിടെ 6 ഇൻറ്റു ഹൈറ്റ് എന്താ 3 അല്ലേ, ഹാഫ് ഇൻറ്റു 6 × 3 അല്ലേ. അപ്പോൾ 6 × 3 എന്താണ് 18/2 അല്ലേ, അപ്പോൾ 9 ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ എന്താണ് ഏരിയ പറയുന്നത് 9 ആണ്. ഇതിൻ്റെ നോക്കൂ ബേസ് ഹാഫിൻ്റെ ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ ഏരിയ ഓഫ് ട്രയാങ്കിൾ. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇവിടെ 8 ആണ്, ഹൈറ്റ് ഇവിടെ 3 ആണ് അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു 8 × 3 അല്ലേ, 8 3 are 24/2 എന്ന് പറഞ്ഞാൽ 12. ഓക്കെ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ബേസ് 5 ആണ്, ഇവിടെ ഹൈറ്റ് 4 ആണ് അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു 5 × 4 അല്ലേ. അപ്പോൾ 5 × 4 എന്ന് പറയുമ്പോൾ എത്ര 20/2 എന്ന് പറഞ്ഞാൽ 10. ഓക്കെ, ദെൻ ഈ എന്താ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ ബേസ് എന്ന് പറയുന്നത് എത്രയാണ് 4 ആണ് അല്ലേ, ഹൈറ്റ് എന്ന് പറയുന്നത് 3 ആണ് അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു 4 × 3 എന്ന് കൊടുക്കുക. 4 × 3 എത്ര 12, 12/2 പറഞ്ഞാൽ 6. ഓക്കെ, 6 cm². ഓക്കെ, അപ്പോൾ എന്താണ് ഏരിയ ഓഫ് എനി ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ബേസിൻ്റെയും ഹൈറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെ ഹാഫ് ആയിരിക്കും. മനസ്സിലായല്ലോ. ദ ഏരിയ ഓഫ് എനി ട്രയാങ്കിൾ ഹാഫ് ദ പ്രോഡക്റ്റ് ഓഫ് വൺ ഓഫ് ദ സൈഡ്സ് ആൻഡ് ദ ഹൈറ്റ് ഫ്രം ദിസ് സൈഡ് ടു ഓപ്പോസിറ്റ് വെർട്ടെക്സ്. മനസ്സിലായത്, ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്കുള്ള അതിൻ്റെ ഹൈറ്റ് പറയുന്നത് അല്ലേ, ആ ഹൈറ്റും ആ ബേസും തമ്മിലുള്ള പ്രോഡക്റ്റിൻ്റെ ഹാഫ് ആയിരിക്കും ഏത് ട്രയാങ്കിളിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് വേറെ രീതിയിൽ എന്താണ് ഇതിനെന്താണ് ഇതിനെ ബേസ് എന്ന് പറയാം, ഇതിനെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയാം, ഹൈറ്റിനെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്താണ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് എന്നും പറയാം. ഓക്കെ, മനസ്സിലായില്ലോ അല്ലേ. ദ ഏരിയ ഓഫ് എനി ട്രയാങ്കിൾ ഈസ് ഹാഫ് ദ പ്രോഡക്റ്റ് ഓഫ് ബേസ് ആൻഡ് ദ ഓൾട്ടിറ്റ്യൂഡ്. ബേസിൻ്റെയും ഓൾട്ടിറ്റ്യൂഡിൻ്റെയും പ്രോഡക്റ്റിൻ്റെ ഹാഫ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ, ഹാഫ് BH. ഇനി നമുക്ക് ഈ പ്രോബ്ലം നോക്കുക. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾസ് ഷോൺ ബിലോ. ഈ ട്രയാങ്കിൾസിൻ്റെ ഒക്കെ എന്താണ് ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, നമുക്ക് ആദ്യം ഗ്രീൻ്റെ നോക്കാം അല്ലേ. ഗ്രീൻ്റെ എങ്ങനെ എഴുതാം നമുക്ക്, ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു BH എന്ന് എഴുതുക അല്ലേ, ഹാഫ് BH എന്ന് എഴുതുക. ഇക്വേഷൻ പഠിക്കാനേ മറക്കല്ലേ, ഹാഫ് BH. ഓക്കെ, അപ്പം ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ആദ്യം ഈ ചിത്രം വരയ്ക്കുക കേട്ടോ നിങ്ങൾ. എന്നിട്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് BH എന്ന് എടുക്കുക. എന്നിട്ട് ബേസ് ഇവിടെ എത്രയാണ്, ബേസ് എത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ബേസ് ഈസ് ഈക്വൽ ടു 6 ആണ് അല്ലേ. അപ്പോൾ ബേസ് ഈസ് ഈക്വൽ ടു എന്താണ് 6 cm എന്ന് എഴുതുക. പിന്നെ എന്താണ് പിന്നെ പറയുന്നത് ഹൈറ്റ് എത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, H ഈസ് ഈക്വൽ ടു 3 ആണ് അല്ലേ. അപ്പോൾ 3 cm എന്ന് കൊടുക്കുക. ഓക്കെ, ദെൻ പിന്നെന്താണ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് എന്താക്കുക എഴുതാം അല്ലേ. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് BH എന്ന് ഇക്വേഷൻ എഴുതണേ. ആദ്യം നിങ്ങൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് BH എഴുതുക. പിന്നെ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്താക്കുക, ഹാഫ് ഇൻറ്റു 6 × 3 എത്രയാണ് 6 × 3 18 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു BH എഴുതി. പിന്നെ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു B എന്താണ് 6 അല്ലേ, 6 ഇൻറ്റു H എന്താണ് 3 അല്ലേ. അപ്പം ഹാഫ് ഇൻറ്റു 6 × 3 എന്ന് എഴുതി. പിന്നെ 1 × 6 എന്ന് പറഞ്ഞാൽ 6 × 3 എന്ന് പറഞ്ഞാൽ എത്ര 18 അല്ലേ, 18/2 എന്ന് എഴുതി. പിന്നെ 18/2 പറഞ്ഞാൽ എത്രയാണ് 9 അല്ലേ. ഇപ്പോൾ 9 cm² എന്ന് എഴുതിയിട്ടോ. ഇതാണെന്ത് ഈ പച്ചേൻ്റെ അല്ലേ ഗ്രീനിൻ്റെ ഏരിയ ഈ ട്രയാങ്കിളിൻ്റെ ഗ്രീൻ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 9 cm² ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്താണ് ഈ ബ്ലൂ നോക്കാം. ബ്ലൂ എത്രയാണ് നോക്കിയേ. അപ്പോൾ എന്താണ് ഇതിൻ്റെത് ഈ ബ്ലൂവിൻ്റെത് ബേസ് എത്രയാണ് 4 cm ആണ് അല്ലേ. അപ്പോൾ ബേസ് ഈക്വൽ ടു 4 cm എന്ന് എഴുതുക. ഹൈറ്റ് എത്രയാണ് 2 cm അല്ലേ, അങ്ങനെ എഴുതുക. ദെൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ് BH എഴുതുക ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു അല്ലേ ബേസ് എത്രയാണ് ഇവിടെ 4 അല്ലേ, 4 ഇൻറ്റു ഹൈറ്റ് എത്രയാണ് 2 അല്ലേ, 4 × 2 അല്ലേ. അപ്പോൾ 1 × 4 എന്ന് പറഞ്ഞാൽ 4 × 2 എന്ന് പറഞ്ഞാൽ 8 അല്ലേ. അപ്പോൾ 8/2 എന്ന് എഴുതി. 8/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 4 cm² ആണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ യെല്ലോൻ്റെ ആണ് അല്ലേ. ഇവിടെ ബേസ് എത്രയാണ് 4 cm അല്ലേ, ഹൈറ്റ് എത്രയാണ് 5 cm അല്ലേ. അപ്പോൾ നോക്കൂ ഇവിടെ ബേസ് 5 cm ആണ്, ഹൈറ്റ് 4 cm ആണ് അല്ലേ. ഈ യെല്ലോ കളറിൻ്റെ അല്ലേ. ഇത് ബേസ് എത്രയാണ് ഇവിടെ 5, ഈ ഹൈറ്റ് എത്രയാണ് 4 cm അല്ലേ. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ് BH ചെയ്താൽ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു B എത്രയാണ് ഇവിടെ 5 ആണ് അല്ലേ. 5 ഇൻറ്റു H എത്രയാണ് 4 അല്ലേ, 5 × 4 എന്ന് ചെയ്താൽ. അപ്പോൾ 1 × 5 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1 × 5 5, 5 × 4 20 അല്ലേ. 20/2 എന്ന് ചെയ്താൽ ഇസ് ഈക്വൽ ടു 20/2 പറഞ്ഞാൽ എത്രയാണ് 10 അല്ലേ, 10 cm² ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ എത്രയാണ്, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് 10 cm² ആണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കൂ ഇതിൻ്റെ ബേസ് എത്രയാണ് 4 cm അല്ലേ, ഹൈറ്റ് എത്രയാണ് 3 cm. ഓക്കെ, ദെൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ് BH ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു B എത്രയാണ് 4 അല്ലേ.
ബേസ് 4, ഹൈറ്റ് എത്രയാണ് 3 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ 4 × 3, അപ്പോൾ 1 × 4 × 3 എന്ന് പറഞ്ഞാൽ എത്ര 12/2 12/2 എന്ന് പറഞ്ഞാൽ എത്ര 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലേ. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. ഇനി ഈ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണെന്ന് നോക്കാം നമുക്ക്. നോക്കൂ, ഇതിന്റെ ബേസ് തന്നിട്ടുണ്ട് എത്ര 3 തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത് നോക്കിയാൽ 4 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ബേസ് എന്താണ് 3 എന്ന് എഴുതുക, ഹൈറ്റ് 4 എന്ന് എഴുതുക. ഓക്കെ, എന്നിട്ട് എന്താക്കുക, എന്താ ഇവിടെ അല്ലെങ്കിൽ ബേസ് എന്താക്കുക 4 എടുത്താലും മതി, ഹൈറ്റ് 3 എടുത്താലും മതി. ഓക്കെ, അതിനെടുക്കുക. ദെൻ പിന്നെ എന്താ ചെയ്യേണ്ടത്, ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ് BH എഴുതുക. അവിടെ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എത്ര ഇവിടെ ഇവിടെ 4 അല്ലേ. 4 ഇൻറ്റു പിന്നെന്താണ് ഹൈറ്റ് എത്ര 3 അല്ലേ. 4 × 3 അല്ലേ. ദെൻ 1 × 4 × 3 എത്രയാണ് 12/2 ഇസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ സ്ക്വയർ തന്നെ. ഓക്കെ, സെയിം തന്നെ അല്ലേ. ഇതിൻ്റെ സെയിം ഏരിയ ആണ് അല്ലേ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ബേസ് എത്രയാണ് 7 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ ബേസ് 7 സെന്റിമീറ്റർ എഴുതി, ഹൈറ്റ് എന്താണ് 4 സെന്റിമീറ്റർ എഴുതി അല്ലേ. എന്താ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ് BH ആണ് നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ. ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇവിടെ എത്രയാണ് 7 സെന്റിമീറ്റർ അല്ലേ. ഹൈറ്റ് എത്രയാണ് 4 അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു 7 × 4 എഴുതി അല്ലേ. ഇനി 1 × 7 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1 × 7 7 7 × 4 28 അല്ലേ. 28/2 അല്ലേ. 28/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 14 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലേ. ഓക്കെ, 14 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നമ്മളിവിടെ പറഞ്ഞത് ഡ്രോ എ റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ദ സെയിം ഏരിയ. ഇതേ ഏരിയ ഉള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ നമ്മൾ വരയ്ക്കുക, ഇതേ ഏരിയ ഉള്ള റൈറ്റ് ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കും, എങ്ങനെ വരയ്ക്കുക. ഈ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്, ഇതിന്റെ ഏരിയ 14 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുകയാണ്, സിമ്പിൾ അല്ലേ. നമുക്ക് എന്താക്കുക 7 സെന്റിമീറ്ററിൽ എന്താക്കുകയാണ് ആദ്യം ഒരു ലെങ്ത് വരയ്ക്കുക അല്ലേ. ലെങ്ത് 7 സെന്റിമീറ്റർ വരയ്ക്കുക. ഇനി എന്താ ഇത് 7 സെന്റിമീറ്റർ കേട്ടോ. ദെൻ എത്രയാണ് 7 സെന്റിമീറ്റർ. ഓക്കെ, ഇത് 7 സെന്റിമീറ്റർ. ദെൻ ഇനി എന്താണ് നമുക്ക് ഹൈറ്റ് എത്രയാണ് 4 സെന്റിമീറ്റർ എന്ന് വരയ്ക്കുക. ഓക്കെ, ഇതിപ്പോൾ 7 സെന്റിമീറ്റർ ഈ ബേസ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നിട്ടല്ലേ, ഈ 7 സെന്റിമീറ്റർ നേരിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക 90 ഡിഗ്രിയിൽ 4 സെന്റിമീറ്റർ നമുക്ക് എന്താക്കുക ഈ മേലോട്ടേക്ക് വരയ്ക്കുക. 90 ഡിഗ്രിയിൽ 4 സെന്റിമീറ്റർ കേട്ടോ. 4 സെന്റിമീറ്റർ എന്താക്കുക മേലോട്ട് വരയ്ക്കുക. ഇനി എന്താക്കുക ഇത് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായി ഇത് 4 സെന്റിമീറ്റർ അല്ലേ. ഇത് 4 cm. ഓക്കെ, 4 സെന്റിമീറ്റർ ഉള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടി, ഇതിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്താ ഹാഫ് ഇൻറ്റു 7 × 4 അല്ലേ. 7 × 4 എന്ന് പറഞ്ഞാൽ 28. 28/2 പറഞ്ഞാൽ 14. അപ്പോൾ 14 സെന്റിമീറ്റർ സ്ക്വയർ തന്നെയല്ലേ. അപ്പോൾ ഇങ്ങനെ വരച്ചാൽ മതി കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ, അതിൽ തന്നെ വരുന്നില്ലേ ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് എന്താ വരുന്നത് ഡ്രോ എ ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം 90 ഡിഗ്രിയും കൂടുതൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താക്കുക ഇത് 7 സെന്റിമീറ്റർ അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ കൂടുതലായിട്ട് വരച്ചു അല്ലേ. ഇനി നമുക്ക് എന്താക്കുക ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് എത്ര ആയിരിക്കും 4 സെന്റിമീറ്റർ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ് 4 സെന്റിമീറ്റർ. ഓക്കെ, ഇങ്ങനെ ഇതാക്കുക. ഇത് നമുക്ക് എന്താക്കുക ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ സ്ട്രെയിറ്റ് ലൈനിൽ അല്ലേ ഇവിടെ വരുന്ന ഇതാ ഇങ്ങോട്ടുള്ള ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ് ഇത് 4 സെന്റിമീറ്റർ ആക്കുക. ഓക്കെ, അപ്പോൾ എന്താക്കുക ഇത് 4 സെന്റിമീറ്റർ. ഓക്കെ, ഇതാണ് എന്ത് ഈ ട്രയാങ്കിൾ ആണ് കേട്ടോ. ഇത് ഹൈറ്റ് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഈ ഹൈറ്റ് 4 സെന്റിമീറ്ററും പിന്നെ ഇത് 7 സെന്റിമീറ്റർ വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് 90 ഡിഗ്രിയിൽ കൂടുതലല്ലേ വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ വരയ്ക്കണമെന്നില്ല. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ലെങ്ത്ത് 4 സെന്റിമീറ്റർ ആയിരുന്നു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ വരച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കുക ഈ ട്രയാങ്കിൾ ആയിരിക്കും എന്ത് സെയിം ഏരിയയുള്ള എന്താണ് ഒരു ആംഗിൾ റൈറ്റ് ട്രയാങ്കിളുടെ കൂടുതലാവണമെന്ന് പറഞ്ഞത് അല്ലേ. ഈ എന്താണ് ഈ ട്രയാങ്കിളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക, ചോദ്യത്തിനനുസരിച്ച് ഉത്തരം എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കുക കമൻ്റ് ആയി ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7th മാത്സ് ആണ് കേട്ടോ. അതിൽ 10th ചാപ്റ്ററായ ഏരിയ ഓഫ് ട്രയാങ്കിൾസ് എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നോക്കാം, നമുക്ക് പാരലൽ ലൈൻസ് ആണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈക്വൽ ആയിട്ടില്ലേ, അതായത് ഒരേ ഡിസ്റ്റൻസിൽ പോകുന്ന ഒരു ലൈനുകൾ, 2 ലൈനുകൾ അല്ലേ. അത് നോക്കൂ, ഈ ലൈന് ഒന്നിത് ഇതേ ഡിസ്റ്റൻസിൽ തന്നെ എന്താണ് ഇങ്ങനെ പോകുന്നത്
ഇതാണ് പാരലൽ ലൈൻസ്. അതായത് ഇത് രണ്ട് കൂട്ടിമുട്ടാൻ പാടില്ല. എത്ര നീട്ടിപ്പോയാലും എന്താണ് കൂട്ടിമുട്ടാൻ പാടില്ല അല്ലേ. അതാണ് ഇത് പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് കേട്ടോ. പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്, കൂട്ടിമുട്ടാത്ത അല്ലേ, ഒരേ അകലത്തിൽ എവിടെ ഇതാക്കിയാലും ഇത് ഇവിടുന്ന് ഇവിടേക്കുള്ള അകലം അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലവും അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലവും തുല്യമായിരിക്കും. അതുപോലെ നമ്മളിങ്ങനെ നീട്ടി മേലോട്ട് പോവുകയാണെങ്കിൽ അവിടുന്ന് ആ രണ്ട് വരികൾ തമ്മിലുള്ള അകലവും ഈ വരകളുള്ള തമ്മിലുള്ള അകലവും ഒക്കെ സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ തുല്യ അകലത്തിൽ പോകുന്ന രണ്ട് ലൈനുകളാണ് ഇത് പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ പാരലൽ ലൈൻസ് എന്താണെന്ന് മനസ്സിലായില്ലേ അല്ലേ. അപ്പോൾ പാരലൽ ലൈൻസ് ഇവിടെ നമുക്ക് എന്താണ്, ഒരു ട്രയാങ്കിൾ അല്ലേ. ക്യാൻ യു ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് വൺ സൈഡ് 8 cm ആൻഡ് ഏരിയ 12 square cm. എന്താണ്, ഒരു സൈഡ് 8 cm ഏരിയ 12 square cm ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കിയാൽ 8 cm അല്ലേ. പിന്നെന്താണ്, ഏരിയ ആണിത് 12 square അല്ലേ, 12 square cm എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ വൺ സൈഡ് ഒരു ലെങ്ത്ത് നമുക്ക് 8 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ലെങ്ത്ത് എന്ന് പറയുമ്പം ഒരു സൈഡ് നമുക്കറിയാം എന്ത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്, ഹാഫ് BH ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഹാഫ് BH നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്താണ്, നമ്മൾ ബേസ് 8 cm എടുക്കാമെന്ന് ചോദിച്ചോ. അങ്ങനെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഹൈറ്റ് കണ്ടുപിടിച്ചാലേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, നമുക്ക് ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഏരിയ 12 തന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ ഹാഫ് BH = 12 എന്ന് പറയാം അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് നമ്മൾ 8 ആക്കി എടുക്കുകയാണ് അല്ലേ. അപ്പം ഇവിടെ എന്താണ് ഹാഫ് ഇൻറ്റു, അപ്പോൾ നമുക്ക് ഹാഫ് BH = 12 എന്ന് എഴുതാം. അപ്പോൾ ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു എന്താണ് 8 ഇൻറ്റു H = 12 അല്ലേ. ഇനി എന്താണ് ഇവിടെ നമുക്ക് ഹാഫ് ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ എത്രയാ, ഒന്നുകിൽ ഇവിടുന്ന് എന്താണ് 8/2 ഇവിടുന്ന് ചെയ്യാം അല്ലേ. എത്രയാ 4 അല്ലേ. അപ്പോൾ 4H അല്ലേ. 8/2 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇപ്പോൾ 4H = എന്താണ് 12 അല്ലേ, 12. ഓക്കെ, ഇനി H = എന്താണ്, H = എന്താണ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തുള്ള സംഭവം ആദ്യം എഴുതുക അല്ലേ. ഓക്കെ, 12. ഇനി എന്താ ചെയ്യേണ്ടത്, ഇവിടെ 4H അല്ലേ ഇരുന്നു. അപ്പോൾ 4 ഇൻറ്റു H ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ ഇൻറ്റു ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താ ഡിവൈഡ് ആണ് അല്ലേ. ഇനി ഡിവൈഡ് ആണ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുന്നതെങ്കിൽ ഇൻറ്റു ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇൻറ്റു ആണ് അല്ലേ. പ്ലസ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താ പ്ലസ്, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ഇൻറ്റു ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താണ് ഡിവൈഡ് ആണ് വരിക അല്ലേ. അപ്പോൾ 4 ഇൻറ്റു H അല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ ഇൻറ്റു 4 അല്ലേ. ഇൻറ്റു ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്തായി /4 അല്ലേ. അപ്പോൾ 12/4 എത്രയാണ് 3 അല്ലേ. അപ്പോൾ ഹൈറ്റ് നമുക്ക് എന്ത് കിട്ടി, 3 എന്ന് കിട്ടി അല്ലേ. ഹൈറ്റ് നമുക്ക് 3 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഹൈറ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താക്കാം, നമുക്ക് ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ കഴിയും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹൈറ്റ് കിട്ടി, ബേസ് എന്താണ് 8 എന്നും കിട്ടി, ഹൈറ്റ് 3 എന്നും കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ വരയ്ക്കാൻ നമുക്ക് നോക്കൂ. ഇതാ ഒരു ലൈന് അല്ലേ, 8 സെൻറ്റിമീറ്ററുള്ള ഒരു ലൈൻ അങ്ങ് വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക, അതിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് എന്താക്കുക 3 ഹൈറ്റ് ആക്കി എടുത്തിട്ട് നമുക്ക് എന്താക്കുക, നമുക്കൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക, ഇത് നമ്മൾ ഈ 8 എന്നെടുത്ത് ഇതിൻ്റെ അറ്റത്തു നിന്ന് എന്താക്കുക, ഇതിലേക്ക് ജോയിൻ ചെയ്യുക, അറ്റത്തേക്ക് ജോയിൻ ചെയ്യുക അല്ലേ. അവിടെ കണ്ടോ, ഒന്നുകിൽ അങ്ങനെ വരയ്ക്കുക അല്ലേ. അല്ലെങ്കിലോ ഇതെന്താക്കുക 8 സെൻറ്റിമീറ്റർ അതിൻ്റെ നടുക്കായിട്ട് എടുത്തിട്ട് എന്താക്കുക 3 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുത്തിട്ട് നമുക്ക് എന്താക്കുക അതിലേക്ക് കൂട്ടി യോജിപ്പിക്കുക അല്ലേ. അപ്പോൾ 8 സെൻറ്റിമീറ്റർ ബേസ് ഉള്ളതും 3 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ളതായ ഒരുപാട് ട്രയാങ്കിൾ നമുക്ക് ഇനി വരയ്ക്കുക അല്ലേ. ഇനി നമുക്ക് എന്താക്കുക 8 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് എന്താക്കുക 90 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമുക്ക് എന്താക്കുക 3 സെൻറ്റിമീറ്റർ അളക്കുക, എന്നിട്ട് ആ ജോയിൻറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഒരുപാട് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള എന്താണ് ഒരുപാട് എന്താണ് ബേസ് ഹൈറ്റ് ആയിട്ടുള്ളത് ഒരുപാട് ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കാൻ നോക്കിയേ. നമുക്ക് നോക്കും ഇവിടെ ഇതാ ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ ബേസ് സെയിം ആയിരിക്കും അല്ലേ. ഇവിടെ ബേസ് 8 സെൻറ്റിമീറ്റർ ആണ്, ഹൈറ്റ് ഒക്കെ ഇവിടെയാണ് 3 എടുത്തത്. അപ്പോൾ എന്താക്കി ഈ 8 ഇവിടുത്തെ ഈ അറ്റത്തുനിന്നും ഈ അറ്റത്തുനിന്നും ജോയിൻ ചെയ്തു. അതുപോലെ എന്താണ് ഹൈറ്റ് ഇവിടുന്ന് അടുത്ത് 3 അല്ലേ. അപ്പോൾ ഇവിടുന്ന് ജോയിൻ ചെയ്ത് ഇവിടുന്ന് ജോയിൻ ചെയ്തു അല്ലേ. ബേസ് എന്താണ് മാറുന്നില്ല അല്ലേ. ഹൈറ്റിൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇതിനെ നമുക്ക് എന്താക്കാം അറിയാം, ഈ 3ൻ്റെ ഈ ലൈനും ഈ പോയിന്റും ഈ വെർട്ടെക്സ് ഒക്കെ ഒരേ അളവല്ലേ വരുന്നത്, ഒരേ ലൈനിലല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ അങ്ങ് വരയ്ക്കുക അല്ലേ, പാരലായിട്ട്. അതായത് താഴെയുള്ള ഈ ബേസിന് പാരലായിട്ട് എന്താക്കുക മുകളിൽ ഒരു ലൈൻ അങ്ങ് വരയ്ക്കുക. എന്നിട്ട് നമുക്ക് എന്താക്കുക ഈ ഇതിൽ വെച്ചിട്ട് നമുക്ക് ഇവിടെ എവിടെ നമുക്ക് എന്താക്കിയാലും എന്താണ് ഈ ഏരിയ മാറൂല. ഓക്കെ, അതായത് ഈ ഇതിപ്പോൾ 8 സെൻറ്റിമീറ്റർ ഇത് 3 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും, ഹാഫ് ഇൻറ്റു
8×3 പറഞ്ഞാൽ 12 തന്നെ അല്ലേ. അതുപോലെ ഇതാ ഈ ട്രയാങ്കിൾ, ഈ എന്താണ് വയലറ്റ് കളറിലുള്ള ഈ ട്രയാങ്കിളുടെ ഏരിയ എന്തായിരിക്കും? സെയിം തന്നെ, അളവ് മാറുന്നില്ല, ബേസ് മാറുന്നില്ല, ഹൈറ്റും മാറുന്നില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ ഏരിയ 12 തന്നെ ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ ഈ പിങ്കുള്ളല്ലേ, അതിൻ്റെ ഏരിയ എന്താണ്? 3 ബേസ് 8ഉം 3 സെൻറ്റിമീറ്റർ ഹൈറ്റും ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഏരിയ എന്താണ്? 12 അല്ലേ. അപ്പം നമുക്ക് എന്താക്കാം, ഒരുപാട് ട്രയാങ്കിൾ, സെയിം ഏരിയ ഉള്ള ഒരുപാട് ട്രയാങ്കിൾ, ബേസ് മാറാതെ ഒരുപാട് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. ഇനി ഞാൻ നോക്കിയാൽ, ഞാൻ ഇവിടെ വരയ്ക്കുന്നത് നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം. നോക്കൂ, ഇവിടുത്തെ ബേസ് എന്താക്കി ഈ ലൈനിൽ കേട്ടോ, ഈ പാരലൽ ആയിട്ടുള്ള ഈ ലൈനിൽ എന്താക്കണം, ഇവിടെ നമുക്ക് എന്താക്കാം, വെർട്ടെക്സ് കൊടുക്കുക അല്ലേ. ഒന്ന് ഞാൻ എന്താ ഇവിടെ വെക്കുകയാണ് ആദ്യം കേട്ടോ. ഇപ്പോൾ ഇവിടെ വെച്ച് വിചാരിച്ചോ. അപ്പോൾ ഞാൻ താഴോട്ടേക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്ത്, ഇനി ഇതെന്താക്കുകയാണ്, ഇവിടുന്ന് ഞാൻ ഇതാ കണ്ടോ, ഇങ്ങനെ നമുക്ക് എന്താക്കാം, ഈ ബേസ് ഇതാണ് കേട്ടോ, ബേസ് മാറുന്നില്ല. അപ്പോൾ ഈ ട്രയാങ്കിൾ ആയാലും എന്താണ്, നമ്മളെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 12 സെൻറ്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായോ? ഇനി ഞാൻ വേറൊന്ന് വരയ്ക്കുകയാണ്. ഇതാ ഇവിടുന്ന് ഞാൻ എന്താക്കുകയാണ്, ഇവിടേക്ക് ഞാൻ ഇതെടുത്തു. ഇനി എന്താക്കി, ഈ ബേസ് ഇതാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്കൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഇതാ, അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും? 12 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് മാറുന്നില്ലല്ലോ. ഹൈറ്റ് മാറുന്നുണ്ടോ? ഹൈറ്റ് മാറുന്നില്ല. സോ എന്താണ്, നമുക്ക് അതിൻ്റെ ഏരിയ മാറുന്നില്ല അല്ലേ. അപ്പോൾ 2 പാരലൽ ലൈനിൽ അല്ലേ, അതായത് ബേസിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചിട്ട് അതിലെവിടെ നമ്മൾ മൂന്നാമത്തെ വെർട്ടെക്സ് എടുത്തൊരു പോയിന്റ് ഇട്ടിട്ട് അവിടേക്ക് നമ്മൾ ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആക്കിയാൽ ആ ട്രയാങ്കിൾ എന്തായിരിക്കും, എല്ലാ ഏരിയയും സേവ് ആയിരിക്കും. ഞാൻ ഇവിടെ ഇവിടെ എന്താക്കുകയാണ്, ഞാൻ ഇവിടെ എന്താക്കുകയാണ്, ഒരു പോയിന്റ് ഇട്ട്, ഇനി എന്താക്കുക, ഞാൻ അങ്ങോട്ടേക്ക് ഞാൻ എന്താക്കുക, ഈ ബേസിൻ്റെ ഈ അറ്റത്തുനിന്ന് ഇവിടേക്ക് വരച്ചു. സോറി, ഇത് മേലോട്ടായി പോയിട്ടോ, മേലോട്ട് പോകരുത്. പിന്നെ ഇവിടേക്ക് ഉണ്ടാക്കി. കണ്ടോ? അപ്പോൾ ഈ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ട്രയാങ്കിളുടെ ഏരിയ എന്താണ്, മറ്റേ ട്രയാങ്കിളുടെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും, 12 തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ 2 പാരലൽ ലൈനിൽ, ബേസിന് പാരലായിട്ട് വേറൊരു ലൈൻ മുകളിൽ മൂന്നാമത്തെ വെർട്ടെക്സിൻ്റെ അവിടെ നമ്മൾ വരച്ചാൽ അതിൽ എവിടെ പോയിന്റ് ഇട്ട് നമ്മൾ ട്രയാങ്കിൾ വരച്ചാലും എന്താണ്, ബേസ് മാറാതെ ട്രയാങ്കിൾ വരച്ചാൽ നമുക്ക് എന്താണ്, എല്ലാ ട്രയാങ്കിൾസിൻ്റെയും ഏരിയ ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ? ഈ ട്രയാങ്കിൾ, ഈ പാരലൽ ലൈൻ ഞാൻ നീട്ടി വരച്ചു കേട്ടോ. നീട്ടി വരച്ചാൽ നമുക്ക് വരയ്ക്കാൻ പറ്റും കേട്ടോ. ഇപ്പം എങ്ങനെ ചെയ്യാം നോക്കൂ, ഇവിടെ നോക്കുക, ഞാൻ ഇതെന്താക്കുകയാണ്, ഈ ലൈൻ ഞാൻ നീട്ടി വരയ്ക്കാൻ വിചാരിച്ചോ. ഓക്കെ, നീട്ടി വരച്ചു. അപ്പോൾ എന്താണ്, ഞാൻ ഇവിടുന്ന് ഇവിടെയാണ് എന്താക്കി കുത്തിട്ടത്. അപ്പം ഇവിടെ ഞാൻ കുത്തിട്ട് വിചാരിച്ചു. അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ഇവിടേക്ക് ജോയിൻ ചെയ്തു. പിന്നെ ഇവിടുന്ന് എന്താക്കി, ഞാൻ ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്തു. കണ്ടോ? അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും, ഈ ട്രയാങ്കിളിന് ഇന്ന് തുല്യമായിരിക്കും. മനസ്സിലായല്ലോ? ഇനി ഞാൻ എന്താണ്, ഇവിടെയാണ് പോയിന്റ് ചെയ്യുന്നത് വിചാരിച്ചോ. അത് നമ്മൾ വരച്ചു അല്ലേ. അപ്പോൾ നമുക്ക് എന്താ, ഈ ഏരിയ ഈ പാരലൽ ലൈനിലായില്ല, 2 പാരലൽ ലൈനിൻ്റെ ഉള്ളിൽ വരുമ്പോൾ എന്താണ്, ഈ ട്രയാങ്കിളുടെ ഏരിയ മാറുന്നില്ല കേട്ടോ. ബേസ് മാറരുത്. ബേസ് മാറാതെ നമുക്ക് എന്താക്കാം, ഇവിടെ മൂന്നാമത്തെ വെർട്ടെക്സ് എവിടെ നമ്മൾ പോയിന്റ് ഇട്ടാലും അവിടേക്ക് ആ ട്രയാങ്കിൾ വരച്ചാൽ എന്താണ്, നമുക്ക് മറ്റേ ട്രയാങ്കിളുടെ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ട്രയാങ്കിളിൻ്റെ ഏരിയയും തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ, ഓൾ ട്രയാങ്കിൾസ് വിത്ത് ദ സെയിം ബേസ് ആൻഡ് തേർഡ് വെർട്ടെക്സ് ഓൺ എ ലൈൻ പാരലൽ ടു ദ ബേസ് ഹാവ് ദ സെയിം ഏരിയ. കണ്ടോ? എല്ലാ ട്രയാങ്കിൾസും സെയിം ബേസ് ആയിരിക്കും. മൂന്നാമത്തെ വെർട്ടെക്സ് പാരലലുള്ള ബേസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിൽ മൂന്നാമത്തെ വെർട്ടെക്സ് എവിടെ നമ്മൾ വെച്ചാലും എന്താണ്, ആ ട്രയാങ്കിൾസിൻ്റെ എന്താണ് ഏരിയ എന്താണ്, എല്ലാവരും തുല്യമായിരിക്കും. എല്ലാ ഏരിയയും, എല്ലാ ട്രയാങ്കിൾസിൻ്റെ ഏരിയയും തുല്യമായിരിക്കും. ഈ ട്രയാങ്കിളുടെയും ഈ ട്രയാങ്കിളുടെ ഒക്കെ ഏരിയ ഈക്വൽ ആയിരിക്കും കേട്ടോ. ഓക്കെ. ദെൻ ഇവിടെയൊക്കെ കാണിച്ചില്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എ ട്രയാങ്കിൾസ് ഓഫ് സൈഡ് 3, 4 and 6 സെൻറ്റിമീറ്റർ. ഡ്രോ 3 ഡിഫറെൻറ്റ് റൈറ്റ് ട്രയാങ്കിൾസ് ഓഫ് ദി സെയിം ഏരിയ. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്താണ്, ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. അതിൻ്റെ സൈഡ്സിൻ്റെ അളവ് തന്നിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ്, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെ അപ്പോൾ 3 ഡിഫറെൻറ്റ് റൈറ്റ് ട്രയാങ്കിൾസ് വരയ്ക്കാനാണ് പറഞ്ഞത്. സെയിം ഏരിയയുള്ള 3 ഡിഫറെൻറ്റ് റൈറ്റ് ട്രയാങ്കിൾസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് മുന്നേ നമുക്ക് ഇതൊന്ന് നോക്കുക. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതല്ലേ. ഡ്രോ ട്രയാങ്കിൾ സൈഡ് 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ ആൻഡ് 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞില്ലേ. 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ്. അപ്പോൾ നമുക്ക് എന്താ, ബേസ് നമ്മൾ എന്താണ്, ഇതിൽ 6 എടുത്തു. അപ്പോൾ 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് എന്താക്കി, നമ്മൾ ബേസായിട്ട് അളന്ന് സ്കെയിലോട് അളന്ന് നമ്മളിവിടെ വരച്ചു. ഇനി നമ്മൾ എന്താക്കുക, കോമ്പോസിൽ 4 സെൻറ്റിമീറ്റർ എടുത്തു. എന്നിട്ട് കോമ്പോസിൻ്റെ ആ അറ്റം കൂർപ്പ് ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തു.
പിന്നെ എന്താണ് 5 സെൻറ്റിമീറ്റർ കോമ്പോസ്റ്റ് അളന്ന് സ്കെയിലെടുത്തിട്ട് അളന്നിട്ട് എന്താക്കുകയാണ് ആ കോമ്പോസ്റ്റിന് ഒരു അറ്റം ഇവിടെ കുത്തിയിട്ട് ഇവിടെ നമ്മൾ ആർക്ക് കട്ട് ചെയ്ത്. ഇനി നമ്മൾ ആ ആർക്കിൻ്റെ ഇവിടെ നടുക്കായിട്ട് എന്താക്കുക ഈ ജോയിൻ ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ എന്താണ് പോയിന്റിലേക്കും അതുപോലെ ഈ പോയിന്റിലേക്കും അങ്ങോട്ട് വരച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടി. കണ്ടോ 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ ഉള്ളൊരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി അല്ലേ. ഇനി നമ്മൾ എന്താണ് ഇത് റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ഈ അളവുള്ള റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ ബേസിന് പാരലായിട്ട് എന്താക്കുക നമുക്കൊരു ലൈൻ വരയ്ക്കണം അല്ലേ. അപ്പോൾ ബേസിന് പാരലായിട്ടുള്ള ലൈൻ എങ്ങനെ നമുക്ക് വരയ്ക്കുക? നമ്മൾ എന്താക്കുക സ്കെയിൽ എടുക്കുക, അതുപോലെ എന്താ സെറ്റ് സ്ക്വയർ എടുക്കുക അല്ലേ. എന്നിട്ട് എന്താക്കുക സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇവിടെ ഈ ലൈനിൽ ഈക്വലായിട്ട് നമ്മൾ വെക്കുക. എന്നിട്ട് സ്കെയിൽ ഇവിടെ ഉറപ്പിച്ച് വെക്കുക. ഓക്കെ, സ്കെയിൽ ഉറപ്പിച്ച് വെച്ചിട്ട് എന്താക്കുകയാണ് ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ നീക്കിയിട്ട് എന്താണ് ഇവിടെ കൊണ്ടുവരിക. ഈ വെർട്ടെക്സിൻ്റെ മൂന്നാമത്തെ വെർട്ടെക്സിൻ്റെ ഇവിടെ കൊണ്ടുവരിക. എന്നിട്ട് എന്താക്കുക ആ ഇത് വെച്ചിട്ട് ഒറ്റ ലൈൻ അങ്ങ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഈ ലൈനിന് ബേസിന് പാരലായിട്ട് വേറൊരു ലൈൻ നമ്മളിവിടെ വരച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എന്താണ് ഇത് 6 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മളൊരു 6 സെൻറ്റിമീറ്റർ എടുക്കുക. ഇതേ അളവുള്ളൊരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇതേ അളവുള്ള അതായത് ഇതേ ഏരിയ ഉള്ള റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബേസ് മാറുന്നില്ല, ബേസ് 6 എന്ന് എടുത്തു. ഓക്കെ, ഇനി നമ്മളെന്താണ് ഈ വെർട്ടെക്സ് മൂന്നാമത്തെ വെർട്ടെക്സ് എന്താക്കി ഇവിടെ 90 ഡിഗ്രി എടുത്ത് അളന്നിട്ട് ഇവിടെ ഒരു പോയിന്റ് ചെയ്ത് അല്ലേ. എന്നിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്തപ്പോൾ എന്താ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി അല്ലേ, റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയില്ലേ. അപ്പോൾ ഇതേ ഏരിയയുള്ള വേറൊരു റൈറ്റ് ട്രയാങ്കിളാണിത്. ഈ റൈറ്റ് ട്രയാങ്കിളിനും ഈ ട്രയാങ്കിളിനും എന്താണ് സെയിം ഏരിയ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ഹൈറ്റ് മാറുന്നുണ്ടോ? ഹൈറ്റ് മാറുന്നില്ല അല്ലേ, ബേസും മാറുന്നില്ല. അപ്പോൾ എന്താണ് ഈ പാരലിൽ എവിടെ നമ്മൾ ഇതാക്കിയാൽ സെയിം ഏരിയയിലുള്ള ട്രയാങ്കിൾ വരയ്ക്കുക. നമ്മളെന്താണ് നമുക്ക് എന്താണ് 90 ഡിഗ്രി വരയ്ക്കുമ്പോൾ നമ്മൾ പൊട്ടാക്ടർ എടുത്തിട്ട് 90 ഡിഗ്രി അളന്നതിന് ശേഷം നമ്മൾ എന്താക്കുക ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് അതിൻ്റെ 3 ഡിഫറെൻറ്റ് റൈറ്റ് ട്രയാങ്കിൾസ് വരയ്ക്കും വേണം. ആദ്യം നമുക്ക് എന്താക്കുക ഈ അളവിൽ എന്താക്കുക ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഓക്കെ, ആദ്യം ഞാൻ എന്താക്കി സ്കെയിൽ എടുത്തിട്ട് എന്താക്കി ഇവിടെ ഞാൻ വരയ്ക്കാൻ പോവാണ് കേട്ടോ. എത്ര 6 സെൻറ്റിമീറ്ററുള്ള ഒരു ഇത് വരയ്ക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ സ്കെയിലെടുത്ത് അളന്ന് 6 സെൻറ്റിമീറ്റർ ഉള്ളൊരു ഇത് വരച്ചു. ഓക്കെ, ദെൻ അപ്പോൾ എന്താണ് ഇവിടെ എഴുതേണ്ടത് നമുക്ക് ഇവിടെ അളവ് അപ്പം തന്നെ എഴുതി വെക്കുക അല്ലേ. എന്താണ് ഇവിടെ 6 സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ് ഒരു കോമ്പസ് എടുത്തു. കോമ്പസ് എടുത്തിട്ട് എന്താക്കി നമ്മൾ ഒരു ആ കോമ്പസ് എടുത്ത് സ്കെയിൽ എടുക്കുക. എന്നിട്ട് എന്താക്കുക 4 സെൻറ്റിമീറ്റർ അളവിൽ എന്താക്കുകയാണ് ഞാനൊരു അളവെടുക്കുകയാണ്. ഇപ്പോൾ കോമ്പസ് എടുക്കുക, സ്കെയിൽ എടുക്കുക, എന്നിട്ട് സ്കെയിലിൽ എന്താക്കുക അളക്കുക. ഓക്കെ, സ്കെയിലിൽ അളന്നിട്ട് എത്രയാണ് 4 സെൻറ്റിമീറ്റർ അളക്കുക. എന്നിട്ട് എന്താക്കുക ആ കോമ്പസിൻ്റെ കൂർപ്പ് ഇവിടെ കുത്തിയിട്ട് നമുക്ക് എന്താക്കുകയാണ് ഒരു ആർക്ക് ഇവിടെ കട്ട് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യാം. ദെൻ പിന്നെ ചെയ്യുന്നത് എന്താണ് നമ്മൾ സ്കെയിൽ എടുത്തിട്ട് 3 സെൻറ്റിമീറ്റർ അളവിൽ കോമ്പോസ്റ്റ് അളക്കുക. എന്നിട്ട് ആ കോമ്പോസ്റ്റിൻ്റെ എന്താണ് ഒരു കൂർപ്പ് ഇവിടെ കുത്തിയിട്ട് നമ്മൾ എന്താണ് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുകയാണ് 3 സെൻറ്റിമീറ്ററിൽ കേട്ടോ. അപ്പോൾ 3 സെൻറ്റിമീറ്ററിൽ ഇവിടെ ആർക്ക് കട്ട് ചെയ്ത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ് ഇവിടെ ഈ ജോയിൻ ചെയ്ത് ഈ 2 ഭാഗം ഇവിടെ ഈ ജോയിൻ ചെയ്തില്ലേ അവിടുന്ന് ഇങ്ങോട്ടേക്കൊരു ഈ ജോയിൻറ്റിലേക്ക് നമ്മളൊരു ഇത് വരയ്ക്കുകയാണ്. അതുപോലെ ഇവിടുന്ന് നമ്മളെന്താണ് ഇവിടേക്കൊരു ഇത് വരയ്ക്കുകയാണ്. ഓക്കെ, അങ്ങനെ വരച്ചു. ദെൻ അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ 4 സെൻറ്റിമീറ്ററും ഇവിടെ 3 സെൻറ്റിമീറ്റർ അല്ലേ അളവ് നിങ്ങൾ എഴുതണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നമുക്ക് ഒരു പാരലൽ ലൈൻ വരയ്ക്കണം അല്ലേ. പാരലൽ ലൈൻ വരയ്ക്കുമ്പോൾ എന്താണ് ഇവിടുന്ന് ഒരു സ്കെയിൽ എടുക്കുക അല്ലേ. സ്കെയിൽ ഇവിടെ ഉറപ്പിച്ച് പിടിക്കുക. ഈ വെർട്ടെക്സ് മൂന്നാമത്തെ ഈ വെർട്ടെക്സിൻ്റെ ഇവിടെ ഉറപ്പിച്ച് പിടിച്ചതിന് ശേഷം എന്താക്കുക നമ്മളെ എന്താണ് സെറ്റ് സ്ക്വയർ എടുക്കുക. സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നമ്മൾ എന്താക്കുക സ്കെയിലിൻ്റെ കറക്റ്റായിട്ട് മുകൾക്ക് ഇതാക്കിയിട്ട് എന്താക്കുക ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ എന്താക്കുക ഇവിടേക്ക് വരുന്നുണ്ട് എന്താണ് ഇത് വരയ്ക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക് വിടാം കേട്ടോ. എങ്ങനെയാണ് പാരലൽ ലൈൻ വരയ്ക്കുക എന്നുള്ളത് അത് കാണുക. എന്നിട്ടാണ് പാരലൽ ലൈൻ വരയ്ക്കേണ്ടത് കേട്ടോ. ഇനി ഞാൻ എന്താക്കി അങ്ങനെ ഒരു ലൈൻ വരച്ചു അല്ലേ.
ലൈൻ വരച്ചു. ഇനി ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തുനിന്ന് എവിടെയെങ്കിലും ഒരു കൂർപ്പെടുക്കുക. ഓക്കെ, എന്നിട്ട് എന്താക്കുക, ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് വെർട്ടെക്സ് എടുത്തിട്ട് നിങ്ങൾ എന്താക്കുക, ഒരു പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇവിടുന്ന് 90 ഡിഗ്രി അളക്കുക. എന്നിട്ട് എന്താക്കുക, 90 ഡിഗ്രി അളന്നിട്ട് നിങ്ങൾ എന്താക്കുക, ഇവിടുന്ന് ഇവിടെ ഇരിക്കും അല്ലേ. അപ്പോൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് 90 ഡിഗ്രി അളവിൽ നമ്മളൊരു ഇത് വരയ്ക്കുക. ഇവിടേക്ക് നമുക്ക് പോയിന്റ് കിട്ടുക അല്ലേ. അപ്പോൾ നമുക്കത് ഇതാക്കണ്ട, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ അളവ്, ഇവിടെ വരെയുള്ള അളവ് മതി കേട്ടോ, 90 ഡിഗ്രി. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഈ 90 ഡിഗ്രി ഇവിടുന്ന് എന്താക്കുക, ഇവിടുന്ന് നേരിട്ട് ബേസ് മാറാതെ തന്നെ ഇവിടേക്ക് വരയ്ക്കുക. ഓക്കെ, ഈ വെർട്ടെക്സിലേക്ക് നമുക്ക് വരയ്ക്കുക. കണ്ടോ, അപ്പോൾ എന്തായി, ഈ ഏരിയയുള്ള എന്താണ് സെയിം ആ ഏരിയയുള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ വരച്ചു കേട്ടോ. ഇനി വേറെ 3 വരയ്ക്കാൻ പറഞ്ഞില്ലേ, ഒന്ന് ഇത് അല്ലേ. അടുത്ത് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇനി ഇതേ അളവ് തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ എന്താക്കുകയാണ്, താഴെ ആദ്യം 6 എടുത്തിരുന്നില്ലേ. ഇനി ഞാൻ എന്താക്കുകയാണ്, ഇനി 4 സെൻറ്റിമീറ്ററിലുള്ളൊരു ഇത് വരയ്ക്കാൻ പോവുകയാണ് കേട്ടോ. 4 സെൻറ്റിമീറ്റർ ബേസ് ആയിട്ട് ഞാൻ വരയ്ക്കുകയാണ്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ ബേസ് എടുത്ത് വരച്ചു. ഇനി എന്താണ്, ഇത് 4 സെൻറ്റിമീറ്റർ ഇത് കേട്ടോ. ഇത് 4 സെൻറ്റിമീറ്റർ. 4 സെൻറ്റിമീറ്റർ എന്ന് എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇനി 6ഉം 3ഉം ഉണ്ട് അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, കോമ്പസ് എടുക്കുക, സ്കെയിൽ എടുക്കുക, എന്നിട്ട് 3 സെൻറ്റിമീറ്റർ അളവിൽ എന്താക്കുക, നമുക്ക് കോമ്പോസിൽ എന്താക്കുക, കോമ്പസിൽ അളവെടുക്കുക. എന്നിട്ട് എന്താക്കുക, കോമ്പസിൽ കൂർപ്പ് ഇവിടെ കുത്തിയിട്ട് എന്താണ് 3 അല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താക്കും, ഇവിടെ ഇങ്ങനെ ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്താക്കുക, അടുത്തത് നമ്മളെന്താണ് 6 ആണ് അല്ലേ. 4 ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഇനി 6 സെൻറ്റിമീറ്റർ നമ്മൾ അളക്കുക. എന്നിട്ട് കോമ്പസ് എടുത്തിട്ട് എന്താക്കുക, കൂർപ്പ് ഇവിടെ കുത്തിയിട്ട് 6ൽ നമ്മൾ എന്താക്കുക, ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനി നമ്മൾ ഈ ജോയിൻറ്റിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ട്രയാങ്കിൾ വരയ്ക്കണം അല്ലേ. ഇങ്ങനെ ഈ പോയിന്റിലേക്ക് കൂടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഇതേ ഓക്കെ. അപ്പോൾ എന്തായി, ഇത് 3 സെൻറ്റിമീറ്ററും ഇത് 3 സെൻറ്റിമീറ്റർ അല്ലേ. അളവൊക്കെ എഴുതുക കേട്ടോ. 3 സെൻറ്റിമീറ്റർ, ഇത് 6 സെൻറ്റിമീറ്റർ. 6 സെൻറ്റിമീറ്റർ അളവിൽ നമ്മൾ ഇത് വരച്ചു. ഇനി നമുക്ക് എന്താക്കണം, ഇതേ ഏരിയയിലുള്ളൊരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്ന് നമ്മൾ വരച്ചു, ഇനി അടുത്ത് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, പാരലൽ ലൈൻ വരയ്ക്കുക അല്ലേ. പാരലൽ ലൈൻ വരയ്ക്കുക എന്താണ്, സ്കെയിൽ ഇവിടെ വെക്കുക, കറക്റ്റായിട്ട് വെക്കുക. പിന്നെ എന്താക്കുക, സെറ്റ് സ്ക്വയർ എടുത്തിട്ട് നിങ്ങൾ എന്താക്കുക, സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഈ ലൈനിൽ കറക്റ്റായിട്ട് വെക്കുക. സ്കെയിൽ അനക്കാൻ പാടില്ല. എന്നിട്ട് അത് മേലോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലൈൻ ഇത് കിട്ടും. അവിടെ ഈ വെർട്ടെക്സിൻ്റെ ഇവിടെ എന്താ സെറ്റ് സ്ക്വയർ നീക്കുന്നത് നിർത്തുക. എന്നിട്ട് എന്താക്കുക, അവിടെ എന്താക്കുക, നമ്മൾ സ്കെയിൽ എടുത്തിട്ട് നമുക്ക് എന്താക്കുക വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ ലൈനിൽ ബേസിന് പാരലായിട്ട് നമ്മൾ വേറെ ലൈൻ വരച്ചിട്ടോ ഇങ്ങോട്ടേക്ക് നീട്ടിയും വരയ്ക്കുക കേട്ടോ, ഇങ്ങോട്ടും വരയ്ക്കുക. ഓക്കെ, ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ കൂർപ്പിൻ്റെ അവിടെ, ഈ കൂർപ്പ് ഏതായാലും കുഴപ്പമില്ല, ഈ വെർട്ടെക്സോ ഈ വെർട്ടെക്സോ ഏത് വെർട്ടെക്സിൻ്റെ അവിടെ എന്താണ് നിങ്ങൾ പ്രൊട്രാക്ടർ എടുക്കുക. എന്നിട്ട് 90 ഡിഗ്രി അളക്കുക കേട്ടോ. 90 ഡിഗ്രി അളന്നിട്ട് എന്താക്കുക, നമുക്ക് സ്ട്രെയിറ്റ് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. എന്നിട്ട് ഇവിടുന്ന് എന്താക്കുക, ഇവിടേക്ക് നമുക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ കിട്ടിയല്ലോ. അപ്പോൾ 90 ഡിഗ്രിയുള്ള അടുത്ത എന്താണ് റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയില്ലേ. ഇതൊന്ന് 90 ഡിഗ്രിയുള്ള, ഇത് അടുത്ത 90 ഡിഗ്രിയിലെ രണ്ടാമത്തെ. അപ്പോൾ ഒന്ന് ഇത് ഈ റൈറ്റ് ട്രയാങ്കിൾ കിട്ടി, അടുത്ത ഈ റൈറ്റ് ട്രയാങ്കിൾ. ഇനി അടുത്ത 3 വരയ്ക്കാൻ പറഞ്ഞില്ല, 3 ഡിഫറെൻറ്റ് റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതേ അളവിലുള്ളത്. ഇനി അടുത്ത് എന്താക്കുക, നമ്മൾ ഇത് 6 ബേസ് ആക്കി എടുത്തു അല്ലേ. ഇനി 4 ബേസ് ആക്കി എടുത്തു. ഇനി 3 ബേസ് ആക്കി എടുത്തിട്ട് വരയ്ക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് 3 സെൻറ്റിമീറ്ററിൽ എന്താക്കുക, ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താക്കുക, സ്കെയിൽ എടുക്കുക. എന്നിട്ട് കോമ്പസ് എടുത്തിട്ട് അതിൽ അളക്കുക. 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇവിടെ 3 സെൻറ്റിമീറ്റർ എഴുതുക കേട്ടോ. 3 cm. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, കോമ്പസ് എടുത്തിട്ട് സ്കെയിലിൽ അളക്കുക. എത്ര, 4 സെൻറ്റിമീറ്റർ അളക്കുക. എന്നിട്ട് എന്താക്കുക, ഇവിടുന്ന് ഒരു ആർക്ക് കട്ട് ചെയ്യുക കേട്ടോ. ഇതാ ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. 3 സെൻറ്റിമീറ്ററിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക കോമ്പോസ്റ്ററുണ്ട്. ദെൻ അടുത്ത എന്താണ്, കോമ്പോസ്റ്റർ എന്താണ്, സ്കെയിൽ എടുത്തിട്ട് 6 സെൻറ്റിമീറ്റർ അളക്കുക. എന്നിട്ട് എന്താക്കുക, ഇവിടുന്ന് ഇത് 4 സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾ നടന്നത്. ഇത് അടുത്ത് ഇനി എന്താ 6 സെൻറ്റിമീറ്റർ വെച്ച് നടന്നത്. കോമ്പസ് ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെ ഇത് കിട്ടും. എന്നിട്ട് എന്താക്കുക, നമ്മൾ ജോയിൻ ചെയ്യുക. അപ്പോൾ എന്താ, ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യുക.
ഓക്കെ. ദെൻ ഈ മാർക്കിൻ്റെ ഈ രണ്ടും കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് നിന്നാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ 6 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് 6 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. 6 സെൻറ്റിമീറ്റർ. ഓക്കെ. ഇത് എത്രയാണ്? ഇത് 4 സെൻറ്റിമീറ്റർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്താക്കുക, ഈ അളവുകൾ ചിലപ്പോൾ ഇത് കറക്റ്റ് അളവല്ല കേട്ടോ ടീച്ചർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ജസ്റ്റ് ഒന്ന് വരച്ച് തന്നേ ഉള്ളൂ. എങ്ങനെ വരയ്ക്കേണ്ടേ മനസ്സിലായല്ലോ. 6 സെൻറ്റിമീറ്റർ ബേസാക്കി ആദ്യം എടുത്ത് ഇങ്ങനെ വരച്ച് പാരലൽ ലൈൻ വരച്ചതിന് ശേഷം 90 ഡിഗ്രി എടുത്ത് വരയ്ക്കുക. അതുപോലെ 4 സെൻറ്റിമീറ്റർ ബേസാക്കി എടുത്തിട്ട് 90 ഡിഗ്രി എടുത്തിട്ട് എന്താണ് 4 സെൻറ്റിമീറ്റർ ബേസ് എടുത്തിട്ട് എന്താക്കുക, ഒരു ട്രയാങ്കിൾ വരച്ചതിന് ശേഷം അവിടെ പാരലൽ ലൈൻ വരച്ചിട്ട് 90 ഡിഗ്രി എടുത്തിട്ട് അളന്നിട്ട് വരയ്ക്കുക. പിന്നെ അടുത്ത് 3 സെൻറ്റിമീറ്റർ ബേസാക്കി എടുത്തിട്ട് എന്താക്കുക, ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് എന്താക്കുക, അതിനെ പാരലൽ ലൈൻ വരച്ചിട്ട് ഈ വെർട്ടെക്സിൻ്റെ ഇവിടുന്ന് 90 ഡിഗ്രി എടുത്തിട്ട് നമ്മൾ എന്താണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക, ഈ വെർട്ടെക്സിന് ഇത് ഈ മൂന്നാമത്തെ ഈ വെർട്ടെക്സിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ സെയിം ഏരിയ ഉള്ള അടുത്ത റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയില്ലേ? ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്. ഓക്കെ, കണ്ടോ? അപ്പോൾ 3 റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയില്ലേ? ഓക്കെ. അപ്പം ഈ അളവ് ചിലപ്പോൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ. ഇങ്ങനെ ചിലപ്പോൾ ഈ ട്രയാങ്കിൾ ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടിയത്. ഞാൻ സ്കെയിലെടുത്ത് കറക്റ്റായിട്ടല്ല കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കറക്റ്റായിട്ട് ഞാൻ കിട്ടിയില്ല. അതുകൊണ്ട് ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ചിലപ്പോൾ ഇത് കറക്റ്റായിരിക്കും. ഓക്കെ. ദെൻ അപ്പോൾ നമുക്ക് എന്താക്കി 3 ട്രയാങ്കിൾ വരച്ചു അല്ലേ? 3 റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. ഇതേ അളവുള്ള സെയിം ഏരിയ ഉള്ള 3 റൈറ്റ് ട്രയാങ്കിൾ അപ്പോൾ വരച്ചിരിക്കുന്നത് കേട്ടോ. ബേസ് മാറിയിട്ടേ ഉള്ളൂ അല്ലേ? ബാക്കി എല്ലാ അളവും വ്യത്യാസപ്പെട്ടിട്ടില്ല അല്ലേ? ദെൻ പിന്നെ അതുപോലെ എന്താണ് പാരലൽ ലൈൻ വരയ്ക്കാനും ബുദ്ധിമുട്ടുള്ളവർ എന്താക്കുക, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ പാരലൽ ലൈൻ വരയ്ക്കുന്നതിൻ്റെ ലിങ്ക് വിട്ടിട്ടുണ്ട്, അതൊക്കെ നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റൻ എന്താണ്? ഹൗ മെനി ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ വിത്ത് 2 sides 8 centimeters, 6 centimeters and area 12 square centimeters? What if the area is to be 24 square centimeter? അങ്ങനെയാണ് എത്ര ഡിഫറെൻറ്റ് റൈറ്റ് ട്രയാങ്കിൾസ് വരയ്ക്കുക? 8 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും ആയിട്ടുള്ള 2 സൈഡുള്ള ട്രയാങ്കിളിൻ്റെ അതുപോലെ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ തന്നിട്ടിരിക്കുന്ന ഒരു ട്രയാങ്കിളിൻ്റെ എത്ര ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ചോദിച്ചാൽ അല്ലേ? നമുക്ക് ഒരുപാടെണ്ണം വരച്ചുകൂടെ വരയ്ക്കാം അല്ലേ? വാട്ട് ഇഫ് ദ ഏരിയ ഈസ് ടു ബി 24 സ്ക്വയർ സെൻറ്റിമീറ്റർ? ഇനി 24 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണെങ്കിലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ഇവിടെ ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്ററുള്ള ഒരുപാട് ട്രയാങ്കിൾസ് നമുക്ക് വരയ്ക്കാം ഒരു സൈഡും ആണെങ്കിൽ അല്ലേ? ഇവിടെ ഇപ്പോൾ എന്താണ് 2 സൈഡ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ 2 സൈഡും ഒരു ഏരിയ ആണ് തന്നിരിക്കുന്നത് അല്ലേ? അങ്ങനെ ആണെങ്കിൽ എന്താണ് 12 സ്ക്വയർ സെൻറ്റിമീറ്ററുള്ള എത്ര ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ് വരയ്ക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എത്രണ്ണം വരയ്ക്കാൻ പറ്റും? നമുക്ക് നോക്കുക എത്രണ്ണം വരയ്ക്കാൻ പറ്റുക എന്നുള്ളത്. നോക്കൂ, നമുക്ക് അറിയാം എന്ത് ട്രയാങ്കിൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്താണ് അതിൻ്റെ ബേസ് കിട്ടണം. പിന്നെ ഇത് 2 സെൻറ്റിമീറ്റർ അല്ല 3 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ എന്താണ് നമുക്ക് കിട്ടേണ്ടത്? ഇനി ഒരു സൈഡും കൂടി കിട്ടിയാലേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇനി ഇവിടെ തന്നിരിക്കുന്ന ഏരിയ തന്നിട്ടുണ്ട് അല്ലേ? 12 സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടുന്ന് ഇതിൽ ഏതെങ്കിലും ഒരു അളവ് എടുക്കുക. എന്നിട്ട് ഹാഫ് BH = 12 എന്ന് പറഞ്ഞ ഇത് ബേസ് 8 സെൻറ്റിമീറ്റർ ആക്കി എടുക്കുക. ഓക്കെ. അപ്പോൾ ഹാഫ് × 8 × h = 12 അല്ലേ? അപ്പോൾ 8/2 പറഞ്ഞാൽ 4 അല്ലേ? 4h = 12. അപ്പോൾ h എത്രയാണ്? 12/4 = 3 അല്ലേ? അപ്പോൾ ഹൈറ്റ് നമുക്ക് എന്ത് കിട്ടും? ഹൈറ്റ് = 3 എന്ന് കിട്ടി. ഓക്കെ, ഹൈറ്റ് 3 കിട്ടി. ഹാഫ് BH എന്ന് പറഞ്ഞ ഇക്വേഷനിലൂടെയാണ് കിട്ടുക കേട്ടോ. ഓക്കെ, 3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താക്കാം, ഈ ഹൈറ്റും ബേസും വെച്ചിട്ട് നമുക്കൊരു ഇത് വരയ്ക്കുക. ആദ്യം എന്താ ചെയ്യുന്നത്? 8 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരച്ചു. ഓക്കെ, 8 സെൻറ്റിമീറ്ററിൽ. ഇനി ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കുക, ഇവിടുന്ന് എവിടെന്നെങ്കിലും ഒരു ഇതാക്കി എടുത്തിട്ട് ഒരു 3 ആയിട്ട് നമുക്ക് എന്താക്കുക, ഇവിടുന്ന് 3 അല്ലേ? ഒരു 3 വെച്ചിട്ട് എന്താക്കി ഇവിടേക്ക് എന്താണ് 3 സെൻറ്റിമീറ്ററിൽ ഒരു ഹൈറ്റും എടുത്തു സ്കെയിൽ എടുത്തിട്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് ഈ വെർട്ടെക്സിലേക്ക് ഈ പോയിന്റിലേക്ക് എന്താക്കുക, ഇവിടുന്ന് ഈ വെർട്ടെക്സിന് ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി ഈ വെർട്ടെക്സിന് ഇവിടേക്കും ജോയിൻ ചെയ്യുക. ഓക്കെ, ഓക്കെ. അപ്പോൾ എന്താക്കി നമുക്ക് ഈ 12 സ്ക്വയർ സെൻറ്റിമീറ്ററിലെ ഒരു ട്രയാങ്കിൾ വരച്ചു അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് ബേസ് 8 ആണ് കേട്ടോ. ബേസ് 8 സെൻറ്റിമീറ്റർ. ഹൈറ്റ് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. ഓക്കെ.
ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇതൊരു പാരലൽ ലൈൻ വരയ്ക്കണം അല്ലേ? അപ്പോൾ പാരലൽ ലൈൻ വരയ്ക്കുക, അതിന് സ്കെയിൽ എടുക്കുക. സോ ഈ വെർട്ടെക്സിൻ്റെ ഇവിടെ കറക്റ്റായിട്ട് വെക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ പാരലൽ ലൈൻ വരയ്ക്കുന്നതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുള്ളത് നോക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്താക്കുക, നമുക്ക് സെറ്റ് സ്ക്വയർ എടുത്ത് ഞാൻ നീക്കിയിട്ട് ഇവിടേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഇവിടുന്ന് എന്താക്കുക, ഒരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. അതിൻ്റെ മേലെ കൂടെ സെറ്റ് സ്ക്വയറിൻ്റെ മേലെ കൂടെ ഇങ്ങ് വരയ്ക്കുക. ഓക്കെ, ഇങ്ങോട്ടേക്കും വരയ്ക്കുക, സ്കെയിലെടുത്ത് വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടും എന്താ ഈ ബേസിന് പാരലായിട്ട് നമ്മളൊരു ലൈൻ വരച്ചു അല്ലേ? ഇനി ഇവിടെ നമുക്ക് എവിടെ പോയിന്റ് ഇട്ടാലും നമുക്ക് എന്താണ്, നമുക്ക് ഈ എന്ത് വരയ്ക്കാൻ പറ്റും? അപ്പോൾ നമുക്ക് ഇതേ ഏരിയയുള്ള എത്ര ട്രയാങ്കിൾ വേണമെങ്കിലും വരയ്ക്കാം. പക്ഷേ നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് 8ഉം 6ഉം 2 സൈഡായിട്ട് വരണം അല്ലേ? 8ഉം 6ഉം 2 സൈഡായിട്ട് വരണം. അങ്ങനെയുള്ള എത്ര ട്രയാങ്കിൾ വരയ്ക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയ മാത്രമുള്ളതാണെങ്കിൽ നമുക്ക് ഒരുപാട് വരയ്ക്കാം അല്ലേ? ഏരിയ ഹൈറ്റും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ബേസും തന്നിട്ടുണ്ടെങ്കിൽ എന്താക്കാം, നമുക്ക് ഒരുപാട് ട്രയാങ്കിൾസ് വരയ്ക്കാം അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് എത്ര എണ്ണം വരയ്ക്കാൻ പറ്റും നോക്കാം നമുക്ക് അല്ലേ? അപ്പോൾ ഇവിടെ ഇത് നമ്മൾ വരച്ച എന്താണ്, ഈ ഏരിയ ഉള്ളതായിട്ടേ വരച്ചിട്ടുള്ളൂ അല്ലേ? ഇനി എന്താക്കണം, 6 സെൻറ്റിമീറ്ററിൽ എത്ര എണ്ണം വരയ്ക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കുക, ഒരു കോമ്പസ് എടുക്കുക. എന്നിട്ട് 6 സെൻറ്റിമീറ്ററിൽ എന്താക്കുക, നിങ്ങൾ അളക്കുക. ഓക്കെ, എന്നിട്ട് എന്താക്കുക, നിങ്ങൾ ഇവിടെ നിന്ന് പോയിന്റ് എന്താക്കുക, ഒരു കുത്തിയിട്ട് കോമ്പസ് കുത്തിയിട്ട് എന്താക്കുക, 6 സെൻറ്റിമീറ്ററിലൂടെ ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, ആർക്ക് കട്ട് ചെയ്യുമ്പോൾ എവിടെയാണ് വരുന്നത് നോക്കാം. നമുക്ക് എന്താക്കുക, ഇങ്ങോട്ടേക്ക് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വരാം? അപ്പോൾ 6 സെൻറ്റിമീറ്ററിലല്ലേ? അപ്പോൾ 6 സെൻറ്റിമീറ്ററിൽ ഏകദേശം ഇവിടേക്ക് വന്നാൽ ഇവിടെ വരും. പിന്നെ കോമ്പസ് വരുമ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇവിടേക്കും വരും. ഓക്കെ, നിങ്ങൾ കോമ്പസ് എഴുതാക്കുക കേട്ടോ. അപ്പോൾ 2 പോയിന്റ് കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കുക, ഇത് 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആക്കുക. ഒന്നത് ഇനി എന്താ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുക. ഇതിപ്പോൾ 6 സെൻറ്റിമീറ്ററിലാണ്. ഓക്കെ, ഇത് ഇനി അടുത്ത എന്താണ്, നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുക. എന്നിട്ട് എന്താക്കുക, ഇവിടേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, പിന്നെയോ നിങ്ങൾ വരച്ച് നോക്കുക, ഇനി വരയ്ക്കാൻ കഴിയുമോ എന്നുള്ളത് കേട്ടോ. ഇനി 6 സെൻറ്റിമീറ്റർ നമുക്ക് ഇവിടുന്ന് കോമ്പസ് വെച്ചിട്ട് ഇവിടുന്ന് ആർക്ക് കട്ട് ചെയ്തൂടെ? എന്നിട്ട് എന്താക്കുക, ഇവിടുന്ന് വരയ്ക്കാൻ പറ്റൂലേ? അങ്ങനെയും വരച്ച് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങളിങ്ങനെ വരച്ച് നോക്കുക കേട്ടോ, ഇനി എത്ര കിട്ടും എന്നുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്താണ്? അപ്പോൾ ഇതിൻ്റെ മോഡൽ മനസ്സിലായില്ല, എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അല്ലേ? ഇനി ഇതിൽ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ അല്ലേ? വാട്ട് ഇഫ് ദ ഏരിയ ഈസ് ടു ബി 24 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലേ? 8 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്റർ ആണ് 2 സൈഡ്. അതിൽ ഏരിയ 24 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണെങ്കിൽ എത്ര ട്രയാങ്കിൾ വരയ്ക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഏരിയ 24 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്, അതർ സൈഡ്സ് 8 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ്, 2 സൈഡേ തന്നിട്ടുള്ളൂ, ഒരു ഏരിയയും തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കണം, ഇവിടുന്ന് ഒരു ട്രയാങ്കിൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, 3 സൈഡ് കാണണമെന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ ഹൈറ്റ് കാണണം, ബേസ് ഒന്നാക്കി എടുത്തിട്ട് അല്ലേ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താക്കുക, അതിൽ ഏതെങ്കിലും ഒന്ന് ബേസ് ആക്കി എടുക്കുക, 8 തന്നെ എടുക്കുക നമുക്ക്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഹാഫ് BH ഇസ് ഈക്വൽ ടു എന്താണ്, ഹാഫ് BH ഇസ് ഈക്വൽ ടു എന്താ, BH എന്ന് പറഞ്ഞാൽ എന്താ, ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ? ഹാഫ് BH ഇസ് ഈക്വൽ ടു 24 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, ദെൻ ഹാഫ് ഇൻറ്റു പറയുമ്പോൾ എന്താണ്, ഹാഫ് ഇൻറ്റു B എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, B 8 അല്ലേ? B 8 പറഞ്ഞു. അപ്പോൾ 8 ഇൻറ്റു പിന്നെ H എന്താ നമുക്കറിയില്ല അല്ലേ? H ഇസ് ഈക്വൽ ടു എന്താണ്, 24 എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഹാഫ് ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 ആണ് അല്ലേ? അപ്പോൾ 4H അല്ലേ? 4H ഇസ് ഈക്വൽ ടു എന്താണ്, 24 അല്ലേ? ഓക്കെ, 4H ഹാഫ് ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 8ൻ്റെ പകുതി അല്ലേ? അപ്പോൾ എത്രയാണ്, 4 അല്ലേ? അപ്പോൾ 4H ഇസ് ഈക്വൽ ടു 24. ദെൻ H ഇസ് ഈക്വൽ ടു നമുക്കറിയാം എന്താ, H ഇസ് ഈക്വൽ ടു എന്താ, 24/4 ആയിരിക്കും അല്ലേ? ഈ H 4 ഇൻറ്റു എന്നുള്ള ഈക്വൽറ്റിന് അപ്പുറത്ത് പോകുമ്പോൾ എന്തായി, ഡിവൈഡഡ് ബൈ ആവും അല്ലേ? അപ്പോൾ 24/4 അല്ലേ? 24/4 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടിയിരിക്കുന്നത്, 6 അല്ലേ? അപ്പോൾ 6 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഹൈറ്റ് നമുക്ക് 6 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇനി നമ്മൾ എന്താക്കുക, ആ ബേസ് 8 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, ബേസ് 8 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പോൾ നമ്മൾ എന്താക്കിയത് 8 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് വരയ്ക്കുമ്പോൾ എന്തായാലും എന്താക്കുക, അവിടെ എഴുതി പോവുക കേട്ടോ, 8 cm. ഈ എഴുതുന്നതിനൊക്കെ മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ 8 സെൻറ്റിമീറ്റർ. ദെൻ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഹൈറ്റ് എത്രയാണെന്ന് അറിയാം, 6 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ എന്താക്കുക, അതിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് എന്താക്കുക, മുകൾക്കൊരു 6 സെൻറ്റിമീറ്റർ അങ്ങ്
അടയാളപ്പെടുത്തുക. ഓക്കെ, ഇതേ അപ്പോൾ നമുക്ക് എന്താക്കുക, ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടും അല്ലേ. ഇത് ജോയിൻ ചെയ്ത് എന്താക്കി ഒരു ട്രയാങ്കിൾ കിട്ടും. 24 സെൻറ്റിമീറ്റർ സ്ക്വയറിലൊരു ട്രയാങ്കിൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി എന്താ വേണ്ടത്? 8 സെൻറ്റിമീറ്ററും പിന്നെ 6 സെൻറ്റിമീറ്ററും ആയിട്ട് 2 സൈഡായിട്ടുള്ളൊരു 24 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ള ഏരിയ ഉള്ളൊരു ട്രയാങ്കിൾ എത്രണ്ണം വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ ചെയ്യാം? ഇതിന് പാരലായിട്ട് നമ്മൾ എന്താക്കുക, അവിടെ ഒരു ലൈൻ വരയ്ക്കുക അല്ലേ. ബേസിന് പാരലായിട്ട് എന്താക്കുക, ഒരു ലൈൻ വരയ്ക്കുക. അപ്പം നമുക്ക് സെറ്റ് സ്ക്വയറും സ്കെയിലും എടുത്തിട്ടാണ് നിങ്ങൾ വരയ്ക്കേണ്ടത് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കാണുക കേട്ടോ. എങ്ങനെ വരയ്ക്കുന്നത്, പാരലൽ ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണുക. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കോമ്പസ് എടുക്കുക, എന്നിട്ട് എന്താക്കുക, സ്കെയിൽ എടുക്കുക. അതിൽ 8 സെൻറ്റിമീറ്റർ ബേസ് ആയിട്ട് അവിടെ ഉണ്ട് അല്ലേ. ഇനി 6 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 6 സെൻറ്റിമീറ്ററിൽ നമ്മൾ എന്താക്കുക, കോമ്പസ് അളവെടുക്കുക അല്ലേ. കോമ്പസിൻ്റെ ഒരടിച്ച് എന്താണ് F0-ലും വെക്കുക. പിന്നെ പെൻസിലിൻ്റെ അടിച്ച് എവിടെയാ 6-ലും വെക്കുക. എന്നിട്ട് എന്താക്കുക, അളവ് എടുക്കുക. അതിന് ശേഷം നിങ്ങൾ എന്താക്കുക, ഈ വെർട്ടെക്സിൽ എന്താക്കുക, കോമ്പസിൻ്റെ നീഡിൽ ഇവിടെ കുത്തുക. എന്നിട്ട് എന്താക്കുക, ഇവിടുന്ന് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് വരില്ല. ഇവിടെ കറക്റ്റായിട്ട് വരും. അപ്പോൾ എന്താ ചെയ്യുക? ഓക്കെ, അപ്പോൾ 6 സെൻറ്റിമീറ്ററാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒറ്റന്നേ വരുള്ളൂ. അപ്പോൾ 6 ആണ്. അപ്പോൾ നമുക്ക് എന്താക്കുക, ഇവിടുന്ന് നേരിട്ട് ഇവിടേക്ക് നമ്മൾ ജോയിൻ ചെയ്യുക. ദെൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും. അപ്പോൾ നമുക്ക് 1 കിട്ടി അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടി. പിന്നെ നമുക്ക് എന്താക്കുക, വേണമെങ്കിൽ ഇവിടുന്ന് എന്താക്കുക, അതേ 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമുക്ക് എന്താക്കുക, ഇവിടേക്ക് ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ ഒരു പോയിന്റ് കിട്ടും. എന്നിട്ട് എന്താക്കുക, അവിടുന്ന് എന്താക്കുക, ഇതിലേക്ക് 6 സെൻറ്റിമീറ്റർ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ട്രയാങ്കിൾ കിട്ടി? ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടിയില്ലേ. ഈ ട്രയാങ്കിൾ ഏതായിരുന്നേ? ഇത് നമ്മൾ 24 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഇത് വരച്ചതേ ഉള്ളൂ. ഹൈറ്റ് 6 ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ സൈഡ് അതല്ലല്ലോ, ഇതിൻ്റെ സൈഡ് 6 അല്ലല്ലോ. അപ്പോൾ ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ആദ്യം എന്താക്കി, നമ്മൾ ആ ഏരിയ ഉള്ളൊരു ട്രയാങ്കിൾ ആദ്യം വരച്ചതേ ഉള്ളൂ. എന്നിട്ട് അതിനെ എന്താക്കി, പാരലായിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചിട്ടാണ് എന്താക്കിയിരിക്കുന്നത്. ഈ ഏരിയ ഈ റെക്റ്റാങ്കിളും ഈ ട്രയാങ്കിളും വരച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്താക്കാം, 8 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും ഉള്ള, അപ്പോൾ അതുപോലെ 24 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള നമുക്ക് 2 ട്രയാങ്കിൾ ഇവിടെ വരയ്ക്കാം അല്ലേ. കണ്ടോ, ഈ 2, ഒരു നീലയും ഈ കളറുള്ള അല്ലേ. അപ്പോൾ 2 ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം അല്ലേ. ബേസ് സെയിം ആയിട്ടുള്ള ഈ 8 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററുള്ള വേറെ സൈഡുകളുള്ളതും 24 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയയുമായിട്ടുള്ള 2 ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഡ്രോ ദ ട്രയാങ്കിൾസ് ബിലോ ഇൻ ദ നോട്ട്ബുക്ക്. നിങ്ങൾ നോട്ട്ബുക്കിൽ ഈ ട്രയാങ്കിൾസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഈ ട്രയാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് ഡ്രോ ട്രയാങ്കിൾസ് ABP, BCQ ആൻഡ് CAR ഓഫ് ദ സെയിം ഏരിയ വിത്ത് ആംഗിൾസ് ആസ് ഗിവൺ ബിലോ. എന്നിട്ട് എന്താണ്, ട്രയാങ്കിൾസ് വരയ്ക്കുക അല്ലേ. ABPയും BCQയും CARഉം വെച്ചുള്ള സെയിം ഏരിയ ഉള്ള എന്താണ് ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അളവ് തന്നിട്ടുണ്ട് അല്ലേ. ആംഗിൾ BAP എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. CBQ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. ആംഗിൾ ACR എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ വരയ്ക്കാം? ഇതേ അളവിൽ നമുക്ക് എന്താക്കുക, ഇവിടെ തന്നെ ടീച്ചർ ചെയ്ത് കാണും. ഈ ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കുക? ആദ്യം നമ്മൾ സ്കെയിൽ എടുത്തിട്ട് 7 സെൻറ്റിമീറ്റർ അളക്കുക അല്ലേ. 7 സെൻറ്റിമീറ്റർ അളന്നിട്ട് എന്താക്കുക, നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. പിന്നെ എന്താക്കുക, ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 60 ഡിഗ്രി വെച്ചിട്ട് എന്താക്കുക, 60 ഡിഗ്രി എടുക്കുക അല്ലേ. എന്നിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അവിടെ ഇത് എത്രയാണ്, 5 സെൻറ്റിമീറ്റർ അല്ലേ. 5 സെൻറ്റിമീറ്റർ അളവിൽ എന്താക്കുക, ഇവിടെ അടയാളപ്പെടുത്തുക അല്ലേ. എന്നിട്ട് അവിടെ ജോയിൻ ചെയ്തിട്ട് ഇവിടേക്കും താഴോട്ടേക്കും ഇങ്ങോട്ടേക്കും ഈ എയിലേക്കും ബിയിലേക്കും ജോയിൻ ചെയ്യുക. C എന്ന് പറഞ്ഞ പോയിന്റ്. ഈ ട്രയാങ്കിൾ വരച്ചല്ലോ. ഇനി ചെയ്യേണ്ടതാണ് ABP വരയ്ക്കണം അല്ലേ. ABP വരയ്ക്കേണ്ടത് എങ്ങനെയാണ്? ABP ആണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, AB ആണ് ബേസ് ആക്കി എടുക്കുക അല്ലേ. ഇനി P ആണ് എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ P എടുക്കണമെന്നുണ്ടെങ്കിൽ സെയിം ഏരിയ ആവുകയാണെന്ന് പറഞ്ഞില്ല, ഈ ഏരിയ തന്നെ ആവണം ഇതൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, AB ആണല്ലോ അല്ലേ. അപ്പോൾ ABയുടെ നേരെ വേറെയുള്ള വെർട്ടെക്സ് ഏതാണ്, മറ്റേ C ആണല്ലേ. അപ്പോൾ Cൻ്റെ അവിടെ എന്താണ്, നമുക്ക് എന്താണ് ABക്ക് പാരലായിട്ട് എന്താക്കുക, ഒരു ലൈൻ വരയ്ക്കുക. ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നോക്കൂ. ഈ സിക്ക് പാരലായിട്ട് ഒരു ലൈൻ വരച്ചു. സിക്ക് പാരലായിട്ട് ലൈൻ വരച്ചു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ABP
പി അല്ലേ പറഞ്ഞിരിക്കുന്നത്, ABP അല്ലേ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഈ ലൈനിൽ എവിടെയെങ്കിലുമാണ് പി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യേണ്ടത്. അതിനിവിടെ തന്നിട്ടുണ്ട് BAP = 90 ഡിഗ്രി തന്നിട്ടുണ്ടല്ലേ, BAP. അപ്പോൾ BAP പറയുമ്പോൾ നമുക്ക് നടുക്കുള്ള ആംഗിളിൻ്റെ അവിടെയാണ് എന്ത് നമുക്ക് പ്രൊട്രാക്ടർ വെക്കേണ്ടത് അല്ലേ. നടുക്ക് ഏതാണ്? A ആണല്ലേ. അപ്പോൾ Aൻ്റെ അവിടെയാണ് എന്ത് പ്രൊട്രാക്ടർ വെക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താക്കുക, പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഓക്കെ. അപ്പോൾ 90 ഡിഗ്രി അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് എങ്ങനെ വരാം? ഇവിടെ നിന്ന് അടയാളപ്പെടുത്തുമ്പോൾ ഇവിടെ വരും അല്ലേ. അപ്പോൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് നമ്മൾ എന്താക്കുക, അടയാളപ്പെടുത്തിയിട്ട് എന്താക്കുക, സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ വരച്ചിട്ട് പിന്നെ എന്താക്കുക, ഇതിൽ ഈ ബിയിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താക്കി ഇപ്പോൾ ABP എന്ന് പറഞ്ഞ ഒരു ഇത് കിട്ടി അല്ലേ. അപ്പോൾ ഇതെന്താണ്, ഇത് BB അല്ലേ. ഇപ്പോൾ നമുക്ക് എന്താ ഒരു ട്രയാങ്കിൾ കിട്ടി, ABP എന്ന് പറഞ്ഞല്ലേ. ആംഗിൾ എത്രയാണ്? ഇവിടെ P ആയിരിക്കും കേട്ടോ. അവിടെ P എന്ന് എഴുതുക, ഇവിടെ P എന്ന് എഴുതുക. ഓക്കെ. അപ്പോൾ ഇവിടെ P ആണ് അളവ് കേട്ടോ. ഓക്കെ. ഇനി എന്താണ് ഈ അളവ് എത്രയാണ്? ഇത് ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലേ. നോക്കൂ, ഇത് 90 ഡിഗ്രി അല്ലേ. ഇത് 90 ഡിഗ്രി കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കി ഒരു ട്രയാങ്കിൾ വരച്ചില്ലേ. ഇനി എന്താണ് BCQ എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. BCQ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഏതാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ BCQ അല്ലേ. അപ്പോൾ BC ഏതാണ്? BC ഇത് അവിടെയാണ് അല്ലേ. ബിയും സിയും ഇവിടെയാണ് അല്ലേ. അപ്പോൾ BC എന്ന് പറഞ്ഞ ഈ ലൈനിൻ്റെ ഈ ബേസിന് പാരലായിട്ട് നമുക്ക് എന്താക്കണം, ഒരു ലൈൻ വരയ്ക്കണം അല്ലേ. അപ്പോൾ BC അല്ലാത്ത വേറൊരു വെർട്ടെക്സ് ഉണ്ടല്ലോ, ഏതാ? A ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കുക, Aൻ്റെ അവിടെ എന്താക്കുക, ഒരു പാരലൽ ലൈൻ വരയ്ക്കുക കേട്ടോ. Aൻ്റെ അവിടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. നോക്കൂ, Aൻ്റെ പാരലൽ ലൈൻ വരയ്ക്കുക എങ്ങനെയാണെന്ന് അറിയാമല്ലോ അല്ലേ. പ്രൊട്രാക്ടർ വെച്ചിട്ട് അതാക്കുക കേട്ടോ. ഈ വെർട്ടെക്സ് Aൻ്റെ അവിടേക്ക് എന്താക്കുക, സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുക. സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അപ്പോൾ BCക്ക് പാരലായിട്ട് എന്താക്കി, നമ്മൾ Aൻ്റെ ഇതിലൂടെ ഒരു പാരലൽ ലൈൻ വരച്ചു അല്ലേ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, BCQ ആണല്ലോ അല്ലേ. BCQ അതിനിവിടെ അളവ് തന്നിട്ടുണ്ട് അല്ലേ. CBQ പറഞ്ഞിട്ട് 60 ഡിഗ്രിയും തന്നിട്ടുണ്ട് അല്ലേ. ആംഗിൾ CBQ എത്രയാണ്? 60 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ബേസിന് പാരലായിട്ടുള്ള വെർട്ടെക്സ്, മൂന്നാമത്തെ വെർട്ടെക്സ് ഈ ലൈനിൽ എവിടെയോ ആണ് വരേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, CBQ തന്നിട്ട് 60 അല്ലേ. അപ്പോൾ നമുക്ക് ഈ നടുക്കുള്ള ലെറ്റർ ഏതാണ്, അവിടെയാണ് 60 ഡിഗ്രി നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലേ. അവിടെ എന്താ B ആണ്. അപ്പോൾ Bൻ്റെ അവിടെ ഇതാണ് B അല്ലേ. അപ്പോൾ Bൻ്റെ അവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മൾ എന്താക്കുക, 60 ഡിഗ്രി എന്നുള്ളത് കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ Bൻ്റെ അവിടെ പ്രൊട്രാക്ടർ ചെയ്യുമ്പോൾ 0ൻ്റെ അവിടെ ഇങ്ങനെ എണ്ണീട്ട് എന്താക്കണം, ഇവിടെ 60 ഡിഗ്രി കിട്ടും. ഇപ്പോൾ 60 ഡിഗ്രി ഏകദേശം ഇവിടേക്ക് വരിക. B വരുമ്പോൾ ഒരു 60 ഡിഗ്രി എന്താണ് ഇവിടേക്ക് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ എന്താക്കുക, അവിടെ ഒരു പോയിന്റ് ഇടുക. ഇവിടെ ഒരു പോയിന്റ് ഇടുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്താക്കുക, ഈ ലൈനിൻ്റെ അവിടെ നിന്ന് എന്താക്കുക, ഇവിടുന്ന് ഈ പോയിന്റിലേക്ക് BCൻ്റെ ഇതിലേക്കും പിന്നെ എന്താക്കുക, ഈ C ആണല്ലോ, Cൻ്റെ അവിടേക്കും എന്താക്കുക, ജോയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താക്കി, BCQ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി അല്ലേ. കണ്ടോ, BCQ എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ നമുക്ക് കിട്ടി. ഓക്കെ. നിങ്ങൾ കറക്റ്റ് ആ പോയിന്റിൻ്റെ അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് വരയ്ക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്, Q ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താക്കുക, ഇവിടെ Q എന്ന് എഴുതുക കേട്ടോ. ഇവിടെ Q എന്ന് എഴുതി. ഓക്കെ. പോയിന്റ് Q അല്ലേ. ഇനി നമുക്ക് എന്താ, ഏത് ട്രയാങ്കിളാണ് ഇനി വേണ്ടത്, നമുക്ക് CAR എന്ന് പറഞ്ഞ ട്രയാങ്കിളാണ് വേണ്ടത് അല്ലേ. അപ്പോൾ CAR, അപ്പോൾ CA എന്ന് പറഞ്ഞ ഇത് ഏതാണ്, CA എന്ന് പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കണം, CAക്ക് പാരലായിട്ട് ഒരു CA അല്ലാത്ത വെർട്ടെക്സ് ഏതായിരുന്നു, B അല്ലേ. അപ്പോൾ CAക്ക് പാരലായിട്ട് Bയിലൂടെ നമുക്ക് എന്താക്കണം, ഒരു പാരലൽ ലൈൻ വരയ്ക്കണം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കുക നമുക്ക് Bക്ക് പാരലൽ, ഈ CAക്ക് പാരലായിട്ട് കറക്റ്റായിട്ട് എന്താക്കുക, പാരലൽ ലൈൻ വരയ്ക്കുക. ഓക്കെ. അപ്പം ACക്ക് പാരലായിട്ട് നമ്മൾ എന്താക്കി, Bയിലൂടെ ഒരു പാരലൈൻ വരച്ചു അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ തന്നിട്ടുണ്ട് ACR = 30 ഡിഗ്രി അല്ലേ. അപ്പോൾ നടുക്കുള്ള ലെറ്റർ ഏതാ, Cൻ്റെ അവിടെയാണ് 30 ഡിഗ്രി വെക്കേണ്ടത് അല്ലേ. അപ്പോൾ C അവിടെ നമ്മൾ എന്താക്കുക, 30 ഡിഗ്രി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഏകദേശം ഇത് കിട്ടുക, എവിടെയാണ് 30 ഡിഗ്രി അല്ലേ. അപ്പോൾ 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പോയിന്റ് കിട്ടും അല്ലേ. 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ആയിട്ടൊരു പോയിന്റ് കിട്ടും. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇനി Cൻ്റെ അവിടെ നിന്ന് എന്താക്കുക, Cൻ്റെ അവിടെ നിന്ന്
നമ്മൾ ഇങ്ങോട്ടേക്ക് ഈ പോയിന്റിലേക്ക് എന്താക്കുക, ഈ ലൈൻമ ടച്ച് ചെയ്തിട്ട് അവിടേക്ക് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് എന്താണ് എൻ്റെ ഇവിടുന്ന് എന്താക്കുക, നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾ ഈ പോയിന്റിലേക്ക് തന്നെ വരയ്ക്കുക. കണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയതാ, ACQ എന്ന് പറഞ്ഞ് AC 6 അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളെന്താണ് 6 6 ഇതാ ഇവിടെയാണ് എന്ത് വരുന്നത്, 6 വരുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ 6 വരും. അപ്പോൾ നമുക്ക് എന്താക്കി ആണ് ABPയും BCക്കും CARും കിട്ടി അല്ലേ. ABP ഏതാണ്, ഇതാ ABP എന്ന് പറഞ്ഞ ഈ ചുവപ്പ് അല്ലേ. പിന്നെ എന്താണ് BCQ എന്ന് പറഞ്ഞാൽ ഏതാണ്, BCQ പറഞ്ഞത് ഈ ബ്ലൂ അല്ലേ. പിന്നെ ഏതാണ് ഈ CAR അല്ലേ. അപ്പോൾ CAR എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ പിങ്ക് അല്ലേ. അപ്പോൾ നമുക്ക് 3 ട്രയാങ്കിളും വരച്ചിട്ടോ. അപ്പം ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.